بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا رأيتهم تعجبك أجسامهم وإن يقولوا تسمع لقولهم كأنهم خشب مسندة يحسبون كل صيحة عليهم هم العدو فاحذرهم قاتلهم الله أنى يؤفكون وإذا قيل لهم تعالوا يستغفر لكم رسول الله لووا رؤوسهم ورأيتهم يصدون وهم مستكبرون سواء عليهم أستغفرت لهم أم لم تستغفر لهم لن يغفر الله لهم إن الله لا يهدي القوم الفاسقين هم الذين يقولون لا تنفقوا على من عند رسول الله حتى ينفضوا ولله خزائن السماوات والأرض ولكن المنافقين لا يفقهون يقولون لئن رجعنا إلى المدينة ليخرجن الأعز منها الأذل ولله العزة ولرسوله وللمؤمنين ولكن المنافقين لا يعلمون صدق الله العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين قال نبيكم صلى الله عليه وسلم إن للمنافقين علامات يعرفون بها تحيتهم لعنة وطعامهم نهبة وغنيمتهم غلول ولا يقربون المساجد إلا هجرا ولا يأتون الصلاة إلا دبرا مستكبرين لا يألفون ولا يؤلفون خشب بالليل سخب بالنهار صدق شفيعنا رسول الله صلى الله عليه وسلم يا سيدي جد لي فجودك منتظر للمرتجي لا سيما أهل الفقر ما لي سوى مدحي وحبي من ذخر فهما الذخيرة لي ونعم المدخر بهما رجائي أن عيني قد تقر إذ ما يقابل كل ساع بالأجر يا رب صل على النبي محمد منجي الخلائق من جهنم في غدي
ആദരണീയരായ ഉസ്താദുമാരെ, നേതാക്കളെ, രക്ഷിതാക്കളെ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, സൂറത്തുൽ മുനാഫിഖൂനയിലെ 3 സൂക്തങ്ങളാണ് ഇന്നലെ നാം പറഞ്ഞു വച്ചത്. കപടവിശ്വാസികൾക്കുള്ള അടയാളവും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും സ്വഹാബത്തിനോടും അവർ സ്വീകരിച്ച നിലപാടുകളും അതാണ് നമുക്കിന്ന് പറയാനുള്ളത്. ഒരുപാട് ആയത്തുകൾ ഓതി അർത്ഥം വിശദീകരിക്കേണ്ടതുള്ളത് കൊണ്ട് നേരെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഈ പറയുന്ന അടയാളങ്ങളൊക്കെ പാരത്രിക ലോകത്ത് പരാജയപ്പെടുന്ന, ബർസഖിയായ ലോകത്ത് പരാജയം അനുഭവിക്കുന്ന മുനാഫിഖ് എന്ന് നാം പറയുന്ന കപടവിശ്വാസികളുടേതാണ്. അവരെ വിശ്വാസം മോശമായതിന് പുറത്ത് അല്ലാഹു തആല കുറെ തെളിവുകൾ തന്നിരിക്കുകയാണ്. ഉള്ളു മോശമാണ് എന്നുള്ളത് ഇപ്പൊ നമുക്ക് ഉള്ളു നോക്കിയിട്ട് പറയാൻ കഴിയില്ലല്ലോ. പക്ഷെ അതിന് പുറത്ത് ധാരാളം അടയാളങ്ങളുണ്ട്. ആ അടയാളങ്ങൾ മനസ്സിലാക്കിയാൽ തീർത്തും ഉണ്ടെങ്കിൽ തീർത്തും ആ രൂപത്തിൽ പറഞ്ഞ മുനാഫിഖാണ്. അതല്ല, ചിലതൊക്കെ ഉണ്ടെങ്കിൽ നിഫാഖിന്റെ ചില അടയാളങ്ങളൊക്കെ ഭാഗങ്ങളൊക്കെ അയാളെ മനസ്സിൽ അള്ളിപ്പിടിച്ച് ചേർന്നിട്ടുണ്ട് എന്നർത്ഥം. അതുകൊണ്ട് ഈ വക ഏതെങ്കിലും വിഷയങ്ങൾ നമ്മിലോ നമ്മോട് ബന്ധപ്പെട്ടവരിലോ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് തിരുത്തി മടങ്ങി യഥാർത്ഥ വഴിയിൽ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈമാൻ സലാമത്താക്കി തരട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ, സന്താനങ്ങൾ, സുഹൃത്തുക്കൾ, സഹോദരി സഹോദരങ്ങൾ എല്ലാവരുടെയും ഈമാൻ അല്ലാഹു രക്ഷപ്പെടുത്തി തരട്ടെ. ഹുസ്നുൽ ഖാത്തിമയോടുകൂടെ പിരിയാൻ അവർക്കും നമുക്കും അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അവസാനം വരെ അത് കാത്തു സൂക്ഷിക്കാനുള്ള കഴിവാണ് നമ്മൾ പഠിക്കുന്ന ഇൽമൊക്കെ. സൂറത്തുൽ മുനാഫിഖൂനയിൽ അല്ലാഹു പറയുന്ന അടയാളങ്ങൾ വഇദാ റഅയ്തഹും തുഅ്ജിബുക അജ്സാമുഹും. തങ്ങളോടാ പറയുന്നത്, മുത്തുനബി തങ്ങളെ, അവരെ തങ്ങൾ കാണുകയാണെങ്കിൽ അവരുടെ ശാരീരിക വൈശിഷ്ട്യങ്ങൾ തങ്ങളെ കൗതുകപ്പെടുത്തും. കണ്ടാൽ ആരും നോക്കിപ്പോകുന്ന നല്ല വടിവത്ത ശരീരത്തിന്റെ ശൈലികൾ. എന്തിനാണ് ആ വടിവത്ത ശരീരവുമായിട്ട് അവർ വരുന്നത്? ജനങ്ങൾ അവരെ സ്വീകരിക്കാൻ വേണ്ടി, ആളുകൾ അവരിലേക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി, കാണാൻ നല്ല ചൊങ്കും ചൊറുക്കും അവരുടെ വേഷവും ഭാഷയും ജനങ്ങളെ സ്വാധീനിക്കുന്ന ഭാഷയായിരിക്കും. ഇന്ന് നമ്മള് ചില ആളുകളുടെയൊക്കെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ വേണ്ടി ഞാൻ പറയല്ല, പക്ഷേ പലയിടത്തും ഇങ്ങനെ നടത്തുന്ന നിർമ്മിത നിരീശ്വര നിഫാഖ് വാദികളുടെയൊക്കെ പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോ അവരെ ഒഴുക്കും ഭാഷയുടെ പ്രാവീണ്യവും സാഹിത്യത്തിന്റെ അഭിരുചിയൊക്കെ മനസ്സിലാക്കി ജനങ്ങളതങ്ങ് കേട്ടുപോകും. കേട്ട ആളുകൾ വീണ്ടും വീണ്ടും കേൾക്കാൻ ആശിച്ചുകൊണ്ട് പോവുകയാണ്. അത് സത്യമായത് കൊണ്ടല്ല, പിന്നെ അവര് ജനങ്ങളെ അവരിലേക്ക് ആകർഷിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു പണിയാണ്. വല്ലതും അവര് വന്ന് പറഞ്ഞാൽ അവരുടെ വാക്ക് തങ്ങൾ സശ്രദ്ധം വീക്ഷിക്കും, അത് കേൾക്കും. ഈ വന്ന് പറയുന്ന ആളുകൾ ആരോടാണിത് പറയുന്നത്? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. പക്ഷെ നല്ല ഭാഷയിൽ, നല്ല പെരുമാറ്റത്തിൽ, നല്ല സൗഹൃദത്തിൽ അങ്ങനെ അവർ വന്ന് പറയാം. ആ പറയുന്ന സമയത്ത് മാത്രമേ ബഹുമാനം ഉണ്ടാവുള്ളൂ.
അപ്പൊ ഇങ്ങനൊക്കെ പറയുന്ന ആൾക്കാരല്ലേ, നമുക്ക് അവരെ വിശ്വസിച്ചൂടെ എന്ന് ബാക്കിയുള്ളവർ ചിന്തിക്കും. വല്ലതും അവർ വന്ന് പറഞ്ഞാൽ അവരുടെ വാക്ക് തങ്ങൾ നന്നായി ശ്രവിക്കും. പക്ഷേ ഒരു ഉപകാരത്തിനും അവരെ പറ്റൂല. അല്ലാഹു തആല അവർക്ക് പറയുന്ന ഉപമ, മുനാഫിഖുകൾ ഖുശുബും മുസന്നദ, ചാരി നിർത്തപ്പെട്ട, ചാരി വെക്കപ്പെട്ട മരത്തടികളെ പോലെയാണ്. എന്താണ് ഇങ്ങനെ ഉപമിക്കാനുള്ള കാരണമെന്ന് ഇൻഷാ അല്ലാഹ് തഫ്സീറിൽ വായിച്ച് ഞാൻ പറയാം. കന്നഹും ഖുശുബും മുസന്നദ, നേർക്ക് നേരെ നിൽക്കുന്ന ഒരു മരമല്ല, വേറെ ഒന്നിന് താങ്ങായി നമ്മൾ കൊണ്ടുപോയി ചാരി നിർത്തുന്ന മരത്തടിയും. ആ മരത്തടി താൽക്കാലം വെച്ചതാണ്. മനുഷ്യരായ ആളുകളെ ചാരി വെക്കപ്പെട്ട മരക്കഷ്ണങ്ങളോട് ഉപമിക്കാനുള്ള കാരണം മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, അവരെ പറച്ചിലും അവരെ വാക്കും കേട്ട് ആളുകൾ വീണുപോകും. സത്യത്തിൽ യഥാർത്ഥ ഇൽമ് അവർക്കില്ല, നന്മയുടെ ഒരു കാര്യവും അവരിലില്ല. അത് രണ്ടും ഖാലിയാണ്. അതുകൊണ്ട് ചാരി വെക്കപ്പെട്ട മരത്തടികളെ പോലെയാണ് അവര്. ഹുമുൽ അദുവ്വു യഹ്സബൂന കുല്ല സ്വൈഹത്തിൻ അലൈഹിം. അന്ന് മദീനയിലുള്ള മുനാഫിഖുകൾ യഹ്സബൂന, അവർ കരുതും, കുല്ല സ്വൈഹത്തിൻ അലൈഹിം, ഏതൊരു വിളിയാളം വന്നാലും അതവർക്ക് പ്രതികൂലമാണോ എന്ന് അവർ വിചാരിച്ചു പോകും. ചിലപ്പോ വഹി ഇറങ്ങിയിട്ട് തങ്ങളതൊന്ന് ഓതിക്കൊടുത്തിട്ട് സദസ്യർക്ക് കേൾക്കാൻ വേണ്ടി ഉറക്ക ഓതിക്കൊടുക്കാൻ വേണ്ടി ചില സ്വഹാബത്തിനെ ഏൽപ്പിക്കാറുണ്ട്, ഉറക്ക ഓതിക്കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു മഹാനാണ് സാബിത്ത് ബിനു ഖൈസ് ബിനു ഷമ്മാസ് റളിയല്ലാഹു അൻഹു. ഉറക്ക ഓതിക്കൊടുക്കാൻ, എല്ലാവരും കേൾക്കാൻ വേണ്ടി. അങ്ങനെ വല്ല ആയത്തും ഓതി കേട്ടാൽ ഇവർക്ക് പേടിയാണ്. പടച്ചോനെ എന്തോ ആയത്ത് ഓതുന്നുണ്ട്, നമുക്ക് എതിരാകോ, നമുക്ക് പ്രതികൂലാകോ, നമുക്ക് പ്രതികൂലാകുന്നത് പേടിയാണ്. യഹ്സബൂന കുല്ല സ്വൈഹത്തിൻ അലൈഹിം. ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി തങ്ങൾ പുറത്തിറങ്ങിയിട്ട് ആളുകളെ വിളിക്കാൻ വേണ്ടി ഏൽപ്പിക്കാറുണ്ട്. അങ്ങനെ ഏൽപ്പിച്ചിട്ട് ഉറക്കനെ വിളിക്കുന്ന മഹാന്മാരിൽപ്പെട്ട ആളാണ് ബഹുമാനപ്പെട്ട സയ്യിദുന ബിലാൽ റളിയല്ലാഹു അൻഹു. മറ്റൊന്ന് ബഹുമാനപ്പെട്ട അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു. ഇവരുടെ ശബ്ദം കുറച്ച് സുദീർഘ ഭാഗത്തേക്ക് കേൾക്കുമായിരുന്നു. അടുത്തല്ല, ദീർഘിച്ച ഭാഗത്തേക്ക്, കിലോമീറ്ററുകളോളം കേൾക്കുന്ന ശബ്ദമാണ് ഈ രണ്ടാളുകളുടെയും ശബ്ദം. അപ്പൊ അതുകൊണ്ട് അനൗൺസ്മെന്റിന് അവരെ ഏൽപ്പിക്കും. അവർ ഉറക്കെ ജനങ്ങളോട് വരാൻ വേണ്ടി വിളിച്ചു പറയുമ്പോൾ നിഫാഖുള്ള ആളുകൾക്ക് പേടിയാണ്. ആ വിളിച്ചു കൂട്ടുന്നത് നമ്മളെ പറ്റി വല്ല ആയത്ത് ഓതാനാണോ, നമ്മളെ രഹസ്യങ്ങൾ വല്ലതും അല്ലാഹു തആല പുറത്തറിയിച്ചോ, നമ്മുടെ ഗൂഢാലോചന വല്ലതും അല്ലാഹു പൊളിച്ചോ എന്നവരെ മനസ്സിലൊരു പേടി. ഹുമുൽ അദുവ്വു, അവരാണ് നബിയെ ശത്രുക്കൾ, അവരാണ് ശത്രുക്കൾ. ഫഹ്ദർഹും, അവരെ കരുതിയിരിക്കണം, അവരെ നല്ലോണം സൂക്ഷിക്കണം. ചില്ലറ ഫിത്നയൊന്നല്ല അവരുണ്ടാക്കുക. ഹുമുൽ അദുവ്വു ഫഹ്ദർഹും, അവരാണ് യഥാർത്ഥ ശത്രുക്കൾ, അവരെ നല്ലോണം സൂക്ഷിക്കണം. എന്നിട്ട് അള്ളാഹുവിന്റെ ഒരു ശാപവാക്ക് നോക്കണം, ഖാതലഹുമുല്ലാഹ്, അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു. മനുഷ്യരിൽ അള്ളാഹുവിന്റെ ശാപം തട്ടിയ വിഭാഗങ്ങളിൽപ്പെട്ടൊരു വിഭാഗമാണ് മുനാഫിഖുകൾ. ഖാതലഹുമുല്ലാഹ്, അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു. അന്നാ യുഫകൂൻ, എങ്ങനെയാണ് സത്യത്തിൽ നിന്നവരെ പിന്തിരിക്കപ്പെടുന്നത്? ഇത്രത്തോളം ദൃഷ്ടാന്തങ്ങൾ കിട്ടിയിട്ടും സത്യമാർഗം ഏതെന്ന് പച്ചയായി മനസ്സിലാക്കുന്ന അടയാളങ്ങൾ വന്നിട്ടും അന്നാ യുഫകൂൻ, എങ്ങനെയാണ് അവരതിൽ നിന്ന് തരംതിരിക്കപ്പെടുന്നത്, മാറ്റി നിർത്തപ്പെടുന്നത്? സുബ്ഹാനല്ലാഹ്, ഈ അടയാളങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ വൈദാ റഅയ്തഹും തുഅ്ജിബുക അജ്സാമുഹും, അവരെ കണ്ടാൽ നിങ്ങൾക്ക് അവരുടെ ശരീരത്തിന്റെ സെറ്റപ്പ്, ഷേപ്പ് നിങ്ങൾക്ക് കൗതുകം തോന്നും എന്ന് പറഞ്ഞിടത്ത് ഖുർആൻ പണ്ഡിതന്മാർ എണ്ണിപ്പറഞ്ഞു 3-4 നേതാക്കളെ. അബ്ദുല്ലാഹി ബിൻ ഉബയ്യ്, മുഗീസ് ബിൻ ഖൈസ്, ജദ്ദ് ബിൻ ഖൈസ്. അവരേതെങ്കിലും ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ആളുകൾ അവരൊന്ന് നോക്കും, വീക്ഷിക്കും. കാരണം നല്ല സൗന്ദര്യവും നല്ല ഒത്ത ശരീരവും അതുപോലെ തന്നെ മുഖപ്രസന്നതയും ഭാഷാ സൗന്ദര്യവും ഒക്കെ ഉള്ള ആളുകളാണ്.
അങ്ങനെങ്ങാനും വല്ലതും കണ്ട ആളുകൾ പറ്റിപ്പോകരുത് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അവരെ കണ്ടാൽ അവരുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾ, ശരീരത്തിന്റെ രൂപങ്ങൾ തങ്ങളെ കൗതുകപ്പെടുത്തും. പിന്നെയോ അവര് വല്ലതും സംസാരിക്കുകയാണെങ്കിൽ ആ വാക്ക് തങ്ങൾ ശ്രവിക്കും. കാരണം തൊട്ടടുത്ത് വന്നിട്ട് അവർ പറയും, നബിയെ തങ്ങൾ അള്ളാഹുവിന്റെ റസൂലാണ്, ഞങ്ങൾക്കതിൽ ആശങ്കയൊന്നുമില്ല, ഞങ്ങളത് ഉറപ്പിച്ചിട്ടല്ലേ വരുന്നത്. എപ്പോഴും ഇങ്ങനെ വരുമ്പോ പറയും, ഇന്നക്കല റസൂലുള്ളാ, ഇന്നക്കല റസൂലുള്ളാ, തങ്ങൾ അള്ളാഹിന്റെ റസൂൽ തന്നെയല്ലേ, ഞങ്ങൾക്കതിൽ സംശയമൊന്നുമില്ലല്ലോ. അത് ഇവിടെ മുന്നിൽ വെച്ച് പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് മാറി സ്വന്തക്കാരിലേക്ക് എത്തിയാൽ പറയും, അത് അവിടുന്ന് തൽക്കാലം ഒന്ന് രക്ഷപ്പെടാനും ഇങ്ങോട്ടൊന്ന് തിരിയാനും നമ്മളെ കാര്യം കേൾക്കാനും വേണ്ടി ഒരു പറച്ചിലാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പറച്ചിൽ സ്വന്തം ആളുകളോട് പോയി പറയുമ്പോ അതിന്റെ അർത്ഥം ഉള്ളിൽ വിശ്വാസമല്ല എന്നാണ്. ഉള്ളിൽ വിശ്വാസമല്ല എന്നാണ്. പിന്നെന്തിനാ പറഞ്ഞെന്നൊരു ചോദ്യമല്ലേ? അത് പരിഹാസത്തിന് വേണ്ടി. അതുകൊണ്ടാണ് സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ വിശ്വാസികൾക്ക് അല്ലാഹു തആല മുത്തഖീങ്ങൾക്ക് 5 അടയാളങ്ങൾ എണ്ണി പറഞ്ഞു. പിന്നെ നേരെ തൊട്ടിപ്പുറത്ത് സത്യനിഷേധികളെ പറ്റി, കാഫിറുകളെ പറ്റി അല്ലാഹു പറഞ്ഞു 3 ആയത്തിൽ. പിന്നെ അവിടുന്ന് അങ്ങോട്ട് വളരെ കൂടുതൽ അല്ലാഹു വിശദീകരിച്ചത് മുനാഫിഖുകളെ പറ്റിയാണ്. അപ്പൊ മുനാഫിഖുകളുടെ കൂട്ടത്തിലുള്ള ആളുകൾ ചോദിക്കും, നിങ്ങൾ അവിടെ പോയിട്ട് ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചു എന്നൊക്കെ പറഞ്ഞല്ലോ, എന്തിനാ അങ്ങനെ പറഞ്ഞത്? അതൊന്നിനുമല്ല, ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ, നമ്മളൊരു പരിഹാസത്തിന്റെ മോഡലിൽ പറഞ്ഞതാണ്. അവരും നമ്മളെ വാക്ക് ശ്രവിക്കണ്ടേ, നമ്മളെ അഭ്യർത്ഥന കേൾക്കണ്ടേ, നമുക്ക് വല്ലതും ചെയ്തു തരണ്ടേ എന്നതിന് വേണ്ടി പറഞ്ഞതാണ്. എന്ന് പറഞ്ഞാൽ ഉള്ളിൽ വിശ്വാസം ഉണ്ടായിട്ട് പറഞ്ഞതല്ല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഉള്ളിൽ വിശ്വാസം ഉണ്ടായിട്ട് പറഞ്ഞതാണെങ്കിൽ അങ്ങനെ ഒരു പറച്ചിൽ സ്വന്തക്കാരുടെ അടുത്തേക്ക് വന്നാ പറയില്ല. അല്ല, നിങ്ങളല്ലേ അവിടെ ആ സദസ്സിൽ കണ്ടത്, നിങ്ങളല്ലേ മറ്റേടത്ത് കണ്ടത്, അത് ഞാനേ എന്താ പറയണത് എന്ന് പോയി നോക്കിയതാണ്. ചിലര് പറയാ അങ്ങനെ, ഞാൻ എന്താ ഒരു പറയണത്, എന്തൊക്കെയാണ് അവിടെ സംസാരിക്കുന്നത്, പോയി നോക്കാൻ മാത്രം ഒന്ന് പോയി നോക്കിയതാണ്, ഒന്ന് കേട്ടു നോക്കിയതാണ്. അപ്പൊ നിങ്ങള് യഥാർത്ഥത്തിൽ നമ്മളെ കൂടെ തന്നെ, നിങ്ങളെ കൂടെ തന്നെ, ഇന്നാ മാക്കും, നമ്മൾ നിങ്ങളെ കൂടെ തന്നെയാണ്. പിന്നെന്തിനാണ് അവിടെ പോയി ഇതൊക്കെ കേട്ടു വന്നത്? അതില് വല്ലതും കളിയാക്കാൻ പറ്റിയതുണ്ടെങ്കിൽ പറഞ്ഞു കളിയാക്കാലോ, പറഞ്ഞു രസിക്കാലോ, പറഞ്ഞു സുഖിക്കാലോ, ചിരിക്കാലോ, അതിനു വേണ്ടി പോയതാണ്. ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ, ഞങ്ങൾ പരിഹസിക്കുന്നവരാണ്, കളിയാക്കുന്നവരാണ്. അല്ലാഹു യസ്തഹ്സിഉ ബിഹിം വയമുദ്ദുഹും ഫീ തുഗ്യാനിഹിം യഅമഹൂൻ, അവരെ പരിഹാസത്തിനുള്ള തിക്തഫലം അല്ലാഹു അവർക്ക് കൊടുക്കും. അവരെ പരിഹാസത്തിന് എന്താണോ കൊടുക്കേണ്ടത് അത് തീർത്തും അല്ലാഹു തആല അവർക്ക് കൊടുക്കും. മുനാഫിഖുകളുടെ ഭാഷ കേട്ടാൽ എങ്ങനെയാണ്? വൈദാ റഅയ്തഹും തുജിബുക അജ്സാമുഹും വയഖൂലൂ തസ്മഅ ലിഖൗലിഹിം. ചിലര് വന്നിട്ട് പറയും, നമ്മളിങ്ങനെ ഒന്നും ആയാ പോരാ, നന്നാകണം, നല്ല മട്ടത്തിലാകണം, നിങ്ങളിങ്ങനെ നിങ്ങളെ വീട്ടുകാരെയും കുടുംബക്കാരെയും മാത്രം നോക്കിയാൽ പോരാ, സമൂഹത്തിന് ഉത്ബോധനം ചെയ്യണം, അതുകൊണ്ട് ഞങ്ങളെ കൂടെ പോരും. കുറഞ്ഞ കാലത്തെ ഹൽക്കുണ്ട്, ഹൽക്ക എന്ന് പറഞ്ഞാൽ ഒരു സദസ്സ് നടത്തും. അതിൽ നിങ്ങൾ കുറച്ചു കാലം ഇങ്ങനെ കൂടിയാൽ പിന്നെ നിങ്ങൾക്ക് ആ അവിടുന്ന് കിട്ടുന്ന ദേവത്തനുസരിച്ച് ഞങ്ങളെക്കാളും വലിയ ദായി ആയിട്ട്, പ്രബോധകനായിട്ട് നിങ്ങൾ മാറും. വേണമെങ്കിൽ നിങ്ങളെ പെണ്ണുങ്ങളെയും കൂട്ടിക്കോളി, അവര് സ്ത്രീകൾക്കും ദായി ആയിക്കോട്ടെ. പക്ഷെ അവിടെ പോയി ഹൽക്കയിലൊക്കെ സംബന്ധിച്ച് തിരിച്ചു വന്നാൽ പിന്നെ ആളുടെ ശൈലിയും രൂപവും ഭാവവും വിശ്വാസവും ഒക്കെ മാറി, എല്ലാം മാറി. അപ്പൊ പിന്നെ കിട്ടിയ ദഅവത്ത് എന്താണ്? കിട്ടിയ പ്രബോധനം എന്താണ്? സഹോദരങ്ങളെ, ചിലരൊക്കെ പറയില്ലേ, എത്ര സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരുണ്ട് നാട്ടില്, എന്നിട്ട് ഈ നാട്ടില് കറങ്ങി നടക്കുന്ന ഒരു മദ്യപാനിയെ നന്നാക്കിയത്, നാട് നീള പ്രബോധനത്തിന് വേണ്ടി ചട്ടിയും പാത്രവും ഒക്കെ എടുത്ത് ഇറങ്ങുന്ന ആ ആൾക്കാരല്ലേ നന്നാക്കിയത്? ഈ പരിസരത്തുള്ള ആർക്കെങ്കിലും നന്നാക്കാൻ കഴിഞ്ഞോ എന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ പറയും, അയാൾ ഇതുവരെ നിന്നിരുന്നത് ഒരു വൻകുറ്റത്തിലാണ്, തൗബ ചെയ്താൽ അല്ലാഹു തആല പുറത്തു കൊടുത്ത് നന്നാകാമായിരുന്നു. ഇപ്പൊ അതിനും പറ്റൂല. അയാള് 40 ദിവസം കൊണ്ടൊക്കെ മാറ്റി വന്ന് നന്നായില്ലേ? അല്ല, ഇപ്പൊ അയാള് കൂടുതൽ ദുരിതത്തിലാ പോയിപ്പെട്ടത്. ഇപ്പൊ എന്താ സംഗതി?
ഇപ്പൊ അയാളെ ഉള്ളിൽ നിഫാഖും ബിദ്അത്തും നല്ലോണം കട്ടിപിടിച്ചു. എത്രത്തോളം കട്ടിപിടിച്ചു? നിസ്കാരത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് നാവ് കൊണ്ട് പറഞ്ഞാൽ മതി, മനസ്സുകൊണ്ട് ഓർത്തു പോകരുത്. ഓർക്കേണ്ടത് വേറെ ചിത്രമാണ്. മനസ്സുകൊണ്ട് ഓർക്കേണ്ടത് വേറെയാണ്. നാവ് കൊണ്ട് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറഞ്ഞോളൂ. അതിന് അപ്പുറത്ത് അത്തഹിയാത്ത് ഓതുന്നാൾ അത്തഹിയാത്ത് മാറ്റിയാൽ പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് ഈ അത്തഹിയാത്ത് തന്നെ പറയാ. പക്ഷെ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത് ഒന്നുകിൽ ആലയിലെ പശുവിനെയാകണം, അല്ലെങ്കിൽ കൂട്ടിലെ നായനെയാകണം, അല്ലെങ്കിൽ അതുപോലത്തെ ജീവികളേതെങ്കിലും ആകണം. എന്ത് ചിന്തിച്ചൂടാ? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മനസാന്നിധ്യത്തോടെ ഒരു സലാം ആകരുത്. പണ്ഡിതന്മാര് പഠിപ്പിച്ചു, ഇമാം ഗസാലി തങ്ങളെ പോലത്തെ പണ്ഡിതന്മാർ, സലാം പറയുന്ന ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിപ്രഭാവം മനസ്സിൽ ഹാജരാക്കൽ നിർബന്ധമാണ് എന്നിവരെ പഠിപ്പിച്ച പണ്ഡിതന്മാരുണ്ട്. ഒരു ലോക്കൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു ആകരുത്. മനസ്സിരുത്തിയിട്ട് നല്ലവണ്ണം അവിടുത്തെ വ്യക്തിപ്രഭാവം മനസ്സിൽ കൊണ്ടുവന്നിട്ടാകണം ആ സലാം. അതൊരു ഫലമുള്ള സലാമാകണം, പരിഹാസത്തിന്റെ സലാമാകരുത് എന്ന് പണ്ഡിതന്മാര് പഠിപ്പിക്കുമ്പോ, വലിയ വലിയ ഗവേഷണ പടുക്കളായ പണ്ഡിതന്മാര് പഠിപ്പിക്കുമ്പോ അതിനെതിരെ അങ്ങനെ ചിന്തിക്കരുത്. അത് വിശ്വാസത്തിന് എതിരാണ്. അങ്ങനെ ഓർക്കാൻ പാടില്ല. സലാമൊക്കെ എല്ലാരും പറയും പോലെ പറഞ്ഞോളൂ. തുടങ്ങിയിട്ട് എല്ലാ വാദഗതികളും മനസ്സിലങ്ങോട്ട് പറഞ്ഞു ഉറപ്പിച്ച് തറപ്പിച്ചാണ് പിന്നെ ഇയാൾ നാട്ടിലേക്ക് വരുന്നത്. നേരത്തെ ഇയാൾ കള്ളുകുടിയനായിരുന്നു, പക്ഷെ വിശ്വാസത്തിന് വൈകല്യമൊന്നുമില്ലായിരുന്നു. ഇപ്പൊ രണ്ടുണ്ടായി. അത് മാറ്റി ഇയാൾ തിരിച്ചു വന്നു നോക്കുമ്പോ ഇനി ഇയാൾ തൗബ ചെയ്താ പോരാ. വിശ്വാസ വൈകല്യങ്ങൾ തിരുത്തിയിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് നല്ലോണം കറ വീണ ഭാഗങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി രണ്ടാമത് വേണം അയാളൊന്ന് റെഡിയാകാൻ. അപ്പൊ അത്രയും കാലത്തെ അമലുകൾ, ആ അമലുകളൊന്നും അല്ലാഹു തആല സ്വീകരിക്കാതെ പോകുന്ന അമലുകളൊക്കെ ഒന്നും മടക്കി കിട്ടി നന്നായി റെഡിയാക്കണം. ഇനി അല്ല അയാൾ മുർത്തദ്ദായിട്ടുണ്ടോ എന്നാ ആ അമലുകൾ മുഴുവനും തലക്കന്ന് രണ്ടാമത് ചെയ്ത് ഇനി നല്ല രൂപത്തിലേക്ക് മുന്നോട്ട് പോകണം. ആ തരത്തിൽ നിഫാഖും ബിദ്അത്തും വളരെ കൂട്ടുകാരായിട്ട് ഇങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നോക്ക്, അല്ലാഹു തആല അവരെ പറ്റി ഉദാഹരണം പറഞ്ഞത്, അവരെ പറ്റി അല്ലാഹു തആല പറഞ്ഞ ഉപമ നോക്ക് നിങ്ങൾ. കഅന്നഹും ഖുശുബും മുസന്നദ, അവര് ചാരി വെക്കപ്പെട്ട മരത്തടികളെ പോലെയാണ്. എന്താ അതിന്റെ അർത്ഥം? മരത്തടിക്ക് മനസ്സിലാക്കാനും ഗ്രഹിക്കാനുള്ള കഴിവില്ല. അതേപോലെ തന്നെയാണ് അഹ്ലുൻ നിഫാഖ്. സത്യം പറഞ്ഞു കൊടുത്താൽ ഉൾക്കൊള്ളൂല, നേർക്ക് നേരെയുള്ള മാർഗം കാണിച്ചു കൊടുത്താലോ സ്വീകരിക്കൂല. വിവേകശക്തി ഇല്ലാത്ത രൂപത്തിലായി പോയിട്ടുണ്ട്. സ്വീകരിക്കാത്തത് കൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് കന്നഹും ഖുശുബും മുസന്നദാ. എത്ര തെളിവ് കിട്ടിയാലും അവർക്ക് സംശയം തീരൂല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, നമ്മളെ ഈമാൻ അള്ളാഹു സലാമത്താക്കട്ടെ. എത്ര തന്നെ തെളിവ് പണ്ഡിതന്മാര് നിരത്തിയത് പറഞ്ഞു കൊടുത്താലും സംശയം തീരൂല, കാപട്യം മാറൂല, അതങ്ങനെ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ടാകും. അപ്പൊ ഇത് രണ്ടും ഇല്ലാത്തത് കൊണ്ട് അള്ളാഹു അവരെ പറ്റി പറഞ്ഞു കഅന്നഹും ഖുശുബും മുസന്നദാ, അവര് മരത്തടികളെ പോലെയാണ്, ചാരി നിർത്തപ്പെട്ട മരക്കൊള്ളികളെ പോലെയാണ്. കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ട്. നിങ്ങൾ നോക്കി, എന്തെങ്കിലും ഉപകാരങ്ങൾ വേണ്ടേ അവരെ കൊണ്ട്? ഒരു ഉപകാരവും കാര്യമായിട്ട് അവരെ കൊണ്ടില്ല. അവര് ജീവിച്ചിരിക്കുന്ന ശവങ്ങൾ എന്ന് പറഞ്ഞതുപോലെ സത്യത്തിൽ അവരെ പിന്തുടർന്ന് മറ്റുള്ളവർക്ക് ജീവിക്കാൻ വകുപ്പില്ല. എന്നാൽ സ്വന്തത്തിലോ ജയിക്കുന്നവരാണോ? ജയിക്കുന്നവരും അല്ല. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു കഅന്നഹും ഖുശുബും മുസന്നദാ, ചാരി നിർത്തപ്പെട്ട മരത്തടികളെ പോലെയാണ്. ഒരു ചുമരിലേക്ക് ചാരി വെച്ച മരത്തടി ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ചാരി നിർത്തിയിട്ടുണ്ടാകും. ഒരു ഭാഗം ഇങ്ങനെ വളഞ്ഞിട്ടും മറ്റേ ഭാഗം അത് ലെവലായിട്ടല്ല ഉണ്ടാവുക. പിന്നെയോ ഒരു ഭാഗം ഒരു ഭാഗത്തേക്കും മറ്റേ ഭാഗം മറ്റൊരു ഭാഗത്തേക്കും രണ്ട് ഭാഗം ഉണ്ടാവും. വാഴക്ക് നമ്മളെ കൃഷിക്കൊക്കെ നമ്മളിങ്ങനെ ഒരു കുത്തു കൊടുക്കുമ്പോ കണ്ടില്ലേ നിങ്ങൾ?
ഒന്ന് താഴോട്ടും ഒരു ഭാഗം ഭൂമിയിലേക്കും മറ്റൊന്ന് അങ്ങോട്ടും, ഒന്നിങ്ങനെ വളഞ്ഞിട്ട് ആണല്ലോ ഉണ്ടാക്കുക. അതേപോലെയാണ് മുനാഫിക്കുകളുടെ സ്വഭാവം. ഒരു ഭാഗം കുഫറും മറ്റൊരു ഭാഗം ഇസ്ലാമിന്റെ മേനിയും. അതുകൊണ്ടാണ് അള്ളാഹു അങ്ങനെ ഉദാഹരണം പറഞ്ഞത്. രണ്ട് ഭാഗമാണ്, പുറം ഭാഗം ഇസ്ലാമിന്റെ ശൈലി, ഉൾഭാഗം കുഫറിന്റെ ശൈലി. കുഫറാണ് ഉള്ളിലുള്ളത്, നിഷേധം. ആ നിഷേധത്തിന്റെ സ്വഭാവമായതുകൊണ്ടാണ് അള്ളാഹു അവരെ പറ്റി ഇങ്ങനെ പറഞ്ഞത്. യഹ്സബൂന കുല്ല സുയ്ഹത്തിൻ അലൈഹിം, എല്ലാ ശബ്ദങ്ങളും അവർക്കെതിരാണ് എന്ന് അവർ വിചാരിക്കും. മുഖാത്തിൽ റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, ഏതെങ്കിലും ഒരു സ്വഹാബി സൈന്യത്തിൽ വന്നൊന്ന് ഉറക്കെ വിളിച്ചാൽ, അല്ലെങ്കിൽ ഒരു മൃഗം കാണാതെ ആയിപ്പോയിട്ട് അതിനെ അന്വേഷിക്കാൻ വേണ്ടി ഉറക്കെ വന്ന് വിളിച്ചാൽ ഇവരെ മനസ്സ് പേടിയാണ്. അപ്പൊ ഇവര് ഒരുമിച്ച് കൂടിയിട്ട് ചോദിക്കും, നമ്മളെ വല്ല രഹസ്യങ്ങളും അല്ലാഹു തആല ആയത്തിലൂടെ അറിയിച്ചോ? അവരെ രഹസ്യങ്ങളൊക്കെ അറിയിച്ച ഇൻഷാ അല്ലാഹ് തൊട്ട് താഴെ വരുന്നുണ്ട്. കാതോരം സ്വകാര്യം പറഞ്ഞു ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ, സ്വഹാബത്തിനെതിരെ ഒരാള് മറ്റൊരാളെ കാതിലൂടെ പറഞ്ഞ സ്വകാര്യാണ്. അല്ലാഹു തആല അത് പരസ്യം, അത് അള്ളാഹുവിന്റെ ഒരു മഹബത്താണ്. മുത്തനബിതങ്ങൾക്കെതിരെ പരസ്യമായി പറഞ്ഞാലും അള്ളാഹു മറുപടി പറയും, സ്വകാര്യമായി പറഞ്ഞാലും അള്ളാഹു മറുപടി പറയും. പരസ്യമായിട്ട് തങ്ങളെ എതിർത്ത ആളല്ലേ അബൂലഹബ്. ജനങ്ങൾക്കിടയിൽ, നേതാക്കൾക്കിടയിൽ വെച്ചല്ലേ അബൂലഹബ് എതിർത്തത്. തബ്ബല്ലക് അലിഹാദാ ദഅൗതനാ. അല്ലാഹു തആല അതിന് മറുപടി പറഞ്ഞില്ലേ, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. സ്വകാര്യമായി വേറെ പറഞ്ഞ ആൾക്കാരുണ്ട്. ആസുബിന് വായിൽ എന്ന് പറഞ്ഞ കൊടിയ മുശ്രിക്ക് സ്വകാര്യമായിട്ട് മറ്റൊരാളോട് പറഞ്ഞാണ്, നിങ്ങൾ ഇപ്പൊ ആരോടാ സംസാരിച്ചത്? ഞാൻ അബുത്തറിനോടാ സംസാരിച്ചത്. അബുത്തർ എന്ന് അയാൾ ഉദ്ദേശിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയാണ്. അല്ലാഹു തആല അത് പരസ്യമാക്കി, ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. നബിയെ, തങ്ങളല്ല അബ്തർ, തങ്ങളെ കുറ്റം പറയുന്ന, ഇകഴ്ത്തുന്ന, പ്രകോപനത്തിന്റെ വാക്ക് പറയുന്ന, പരിഹസിക്കുന്ന ആളുകളില്ലേ, അവരാണ് അബ്തർ. ഗുണമില്ലാത്ത മനുഷ്യന്മാർ, നന്മയില്ലാത്തവർ, ഒരാൾക്കും ഉപകാരമില്ലാത്തവർ അവരാണ്. അത് കാതോരം പറഞ്ഞ സ്വകാര്യാണ്. പക്ഷേ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി അങ്ങനെ ഒരു വിമർശനം അല്ലാഹു സഹിക്കൂല. അപ്പൊ അതാണ് ഇവർ പേടിക്കുന്നത്. നമ്മൾ ആ ചർച്ചങ്ങാനും അറിഞ്ഞോ? അതിന്റെ പേരിൽ വല്ല ആയത്തും ഇറക്കിയിട്ടുണ്ടോ? എന്താണ് ആ ഒച്ചപ്പാട് കേൾക്കുന്നത്? എപ്പോഴും പേടിയാണ്, പെരുമ്പേടിയാണ്. യഹ്സബൂന കുല്ല സുയ്ഹത്തിൻ അലൈഹിം. അവരെ വല്ലാതെ പേടിപ്പിക്കുന്ന വിഷയമാണ് വിളിയാളങ്ങൾ, അട്ടഹാസങ്ങൾ. ഒരുപക്ഷെ അത് വിളിക്കുന്നത് ജനങ്ങളെ ഏതെങ്കിലും കാര്യങ്ങൾ ഉണർത്താനായിരിക്കും. മുനാഫിഖുകളുടെ മനസ്സിൽ അത് പേടിയാണ്. ഹുമുൽ അദുവ്വു ഫഹ്ദർഹും. എന്നിട്ട് അല്ലാഹു പറയുന്നു, നബിയെ, അവരാണ് ശത്രുക്കൾ, അവരെ നല്ലോണം കരുതിയിരിക്കണം, നല്ലോണം സൂക്ഷിക്കണം. അവരെ മനസ്സറിഞ്ഞ് വിശ്വസിക്കാൻ പറ്റൂല. അവര് വന്ന് പറയുന്ന വാക്കുകളൊന്ന് വേറെയാണ്, ഉള്ളിലിരിപ്പോ അത് മറ്റൊന്നാണ്. ഉള്ളിലിരിപ്പ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്വഹാബത്തിനെയും തകർക്കാനുള്ള ഗൂഢാലോചനയാണ്. ഖാതലഹുമുല്ലാഹ്. അല്ലാഹു അവരെ ശപിച്ചിരിക്കുന്നു. ഒന്നുകിൽ അവർക്ക് പ്രതികൂലമായുള്ള പ്രാർത്ഥനയാണ്, അല്ലെങ്കിലോ വിശ്വാസികൾക്ക് ഇങ്ങനെ അവർക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിക്കലാണ്. അങ്ങനെ മൊത്തത്തിൽ ഒരു ലാനത്തിന്റെ പ്രാർത്ഥന അങ്ങനെ ഉണ്ട്. ഫലാനത്തുല്ലാഹി അലൽ കാഫിരീൻ ഖുർആനിൽ പറഞ്ഞില്ലേ? അതാരാ? അത് നിഷേധികളെ പറ്റിയാണ്. ഏത് നിഷേധികൾ? യഹൂദികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിന്റെ മുമ്പ് അവർ സംഘടനത്തിന് ഇറങ്ങുമ്പോൾ ദുആർന്നിരുന്നു, അല്ലാഹുമ്മ അൻസുർനാ ബിൻ നബിയിൽ മബ്ഊസി ആഖിറസ് സമാൻ. പടച്ചോനെ, അവസാന കാലഘട്ടത്തിൽ നിയുക്തനാക്കപ്പെടുന്ന നബിയെ കൊണ്ട് ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളിതാ പോരാട്ടത്തിന് പോവുകയാണ്. അങ്ങനെ അവർക്ക് വിജയം കിട്ടിയിരുന്നു. പക്ഷെ ഈ വിശേഷങ്ങളൊക്കെ ഒത്ത നബി അവരിലേക്കാണ് വന്നു. ഫലമ്മാ ജാഅഹും മാ അറഫു. അവർക്ക് ശരിക്ക് തിരിച്ചറിവുള്ള നേതാവ് അവരിലേക്ക് ആഗതനായപ്പോൾ കഫറൂ ബിഹി. ജൂതന്മാരെ നിഷേധിച്ചു. യഹൂദികൾ പറഞ്ഞു, ഒരു നബിയൊക്കെ ഇഞ്ഞ് വരികയാണെങ്കിൽ ഞങ്ങളെ തറവാട്ടിൽ നിന്നാണ് വരേണ്ടത്, അറബികളിൽ നിന്ന് വന്ന നബി ഞങ്ങൾ സ്വീകരിക്കൂല. കണ്ട,
ഇത്രയും കാലം അവർ പ്രാർത്ഥിച്ച് അടയാളങ്ങളൊക്കെ കാത്തിരുന്ന് ആ അടയാളങ്ങളൊക്കെ ഒത്ത നേതാവ് അവരിലേക്ക് അങ്ങ് വന്നപ്പോ നിഷേധിച്ചു. അള്ളാഹു പറഞ്ഞു ഫലഅനത്തുല്ലാഹി അലൽ കാഫിരീൻ, ആ നിഷേധിച്ച ആളുകൾക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ടാകട്ടെ. മുനാഫിക്കുകൾക്ക് എതിരെ അള്ളാഹ് നടത്തിയൊരു പ്രാർത്ഥനയാണ് ഖാതലഹുമുല്ലാഹ്. എക്കാലത്തുമുള്ള മുനാഫിക്കുകളെ, കപട വിശ്വാസികളെ ആക്ഷേപം കൊണ്ട് ദുആ ചെയ്തത് നമ്മളല്ല, ഏതെങ്കിലും ഒരു പണ്ഡിതനല്ല, റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. ഖാതലഹുമുല്ലാഹ്, അല്ലാഹു തആല അവരെ ശപിച്ചിരിക്കുന്നു. അല്ലാഹുവിന്റെ ശാപം പറ്റിയവരാണ് മുനാഫിക്കുകൾ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വിശ്വാസ വൈകല്യമുള്ള ആളുകൾക്ക് അവർക്ക് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നല്ലോണം തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ കിട്ടിയിട്ടും തിരിച്ചറിയാത്തവർക്ക് ഈ ഭൗതിക ലോകം അങ്ങ് കഴിഞ്ഞാൽ പിന്നെയുള്ള ലോകങ്ങളിലൊന്നും രക്ഷയില്ല. കാരണം എന്താണ്? അള്ളാഹുവിന്റെ ശാപം തട്ടിയവരാണ്. ഖാതലഹുമുല്ലാഹ്, അള്ളാഹു അവരെ ശപിക്കട്ടെ, അല്ലാഹു അവരെ ശപിച്ചിരിക്കുന്നു. രണ്ടർത്ഥവും വെക്കാം. അള്ളാഹു അവർക്ക് നൽകിയ ശാപം നമ്മെ പഠിപ്പിച്ചതാണ്. അല്ലെങ്കിൽ വിശ്വാസികൾക്കുള്ളൊരു പഠനമാണ്. ഇങ്ങനെ അവർക്കെതിരെ ദ്വാർക്കണം. എങ്ങനെയാ ദ്വാർക്കേണ്ടത്? ഖാതലഹുമുല്ലാഹ്, ഖാതലഹുമുല്ലാഹ്. അങ്ങനെ ഒരു പ്രതികാര പ്രാർത്ഥന, ഒരു ശാപത്തിന്റെ പ്രാർത്ഥന അല്ലാഹു തആല അവർക്കെതിരെ പഠിപ്പിക്കാനുള്ള കാരണം വിശ്വാസ രംഗത്ത് അവരിൽ നിന്നുണ്ടായ വൈകല്യങ്ങളാണ്. അള്ളാഹു ചോദിക്കുന്നുണ്ടില്ല അന്നാ യുഫകൂൻ. അത്ഭുതമാണ്, ഇത്രയും തെളിവുകളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടും പിന്നെ ഇവരെ സത്യത്തിൽ നിന്ന് തരംതിരിക്കപ്പെട്ടത് എങ്ങനെയാണ്? ഇവരെ മാറ്റി നിർത്തപ്പെടാനുള്ള കാരണം എങ്ങനെയാണ്? സത്യമായ ഇത്രയും അടയാളങ്ങൾ വന്നു ചേർന്നിട്ട് വിശ്വസിക്കാതെ ഇവർ മാറിയത് എങ്ങനെയാണ്? ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഹാഫിദ് ഇബ്നു കസീർ പഠിപ്പിക്കുന്ന ഒരു ഹദീസാണ് ഞാൻ തുടക്കത്തിൽ ഓതിയത്. ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇന്നലിൽ മുനാഫിഖീന അലാമാത്, കപട വിശ്വാസികൾക്ക് ചില അടയാളങ്ങളുണ്ട്. യുറഫൂന ബിഹാ, ആ അടയാളങ്ങളെ കൊണ്ടവരെ തിരിച്ചറിയപ്പെടും. ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന കപട വിശ്വാസികൾക്കും ഈ അടയാളങ്ങളുണ്ട്. ആര് നിങ്ങൾ ചോദിക്കരുത്, ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തഹിയ്യത്തുഹും ലഅന, അവരുടെ അഭിവാദ്യം ലഅനത്തുന്നത് ശാപവാക്കാണ്. അവരെ മനസ്സിന്റെ ഉള്ളിലുള്ള വെറുപ്പുകൊണ്ട് അവരെങ്ങാനും ഒരു അഭിവാദ്യം ചെയ്യുകയാണെങ്കിൽ അത് ശാപത്തിന്റെ കടുപ്പമുള്ള വാക്കായിരിക്കും, ശപിക്കുന്ന വാക്കായിരിക്കും. നിങ്ങൾ നോക്ക്, ലോകതലത്തിലുള്ള മുഴുവൻ മുസ്ലിങ്ങളെയും ശിർക്ക് കൊണ്ട് ആരോപിച്ച് ശാപം പിടിപ്പിച്ചത് ഹൈന്ദവരല്ല, ക്രൈസ്തവരല്ല. ആരാ സഹോദരങ്ങളെ? വിദേഹത്തുകാരാ. ലോകത്തുള്ള മനുഷ്യന്മാരിൽ ബഹുഭൂരിപക്ഷം ആളുകൾ 1, 2, 3% കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാർ മൊത്തം മുശ്രിക്കുകളാണ്. അവരൊരു രംഗത്തും വിജയിക്കൂല എന്ന് പറഞ്ഞ് ശാപം അധികരിപ്പിച്ച വാക്കുകൾ പറയുന്നു. ബിദ്അത്തുകാര്, മുനാഫിക്കുകൾ, കട്ടിയുള്ള മുനാഫിക്കുകൾ. തഹിയ്യത്തുഹും ലഅന, അവരുടെ അഭിവാദ്യത്തിന്റെ ശൈലി എങ്ങനെയാണ്? ആക്ഷേപത്തിന്റെ ശരവർഷമാണ്. വതആമുഹും നുഹ്ബാ, അവരുടെ സമ്പാദ്യം, അവരുടെ ഭക്ഷണം നുഹ്ബത്തുൻ, കവർന്നെടുത്തതാണ്, കവർച്ചയാണ്. ഇവിടെ മക്കത്ത് കവർച്ച നടത്തിയതാരാ? മദീനത്ത് കവർച്ച നടത്തിയതാരാ? മക്കയിലും മദീനയിലൊക്കെ മലയാളത്തില് പഴയ കാലത്ത് 2 രൂപക്ക് വിറ്റിരുന്നൊരു പുസ്തകം ഇപ്പോഴത് വാങ്ങാൻ കിട്ടും. ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിനൊരു ആമുഖം എന്നാണ് അതിന്റെ പേര്. അതിൽ ഈ വിപ്ലവ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വളരെ വിശദമായി പറയുന്നുണ്ട്. വലിയ വലിയ അത്ഭുതങ്ങളല്ലേ ലോകത്ത് നടത്തിയത്, പരിവർത്തന പ്രവർത്തനങ്ങൾ. അതിൽപ്പെട്ട ഒരു പരിവർത്തനാണ് നേർച്ചപ്പെട്ടുണ്ട് അടിച്ചു പൊളിച്ചു, അതിനുള്ളതൊക്കെ എടുത്തു. അതിനാ കവർച്ച എന്നറിയാം. അല്ലേ? ഓരോരുത്തർ വ്യക്തികൾക്ക് കൊടുക്കേണ്ട സക്കാത്ത് മുഴുവനും കമ്മിറ്റി വക സ്വീകരിച്ചൊരു കവർച്ച. ആലോചിച്ചോക്കി. ഇസ്ലാമിക ഭരണകാലത്ത് ഇസ്ലാമിക ഭരണം നിൽക്കുന്ന സ്ഥലത്താണെങ്കിൽ
ഭരണകർത്താവിന് പോലും ചോദിച്ചു വാങ്ങാൻ അധികാരമില്ലാത്തൊരു സക്കാത്താണ് ഫിത്ർ സക്കാത്ത്. ഭരണാധികാരി നിങ്ങളെ ഫിത്ർ സക്കാത്തിന് കൊണ്ടിട്ടോ ബൈത്തുൽ മാലിക് എന്ന് പറഞ്ഞ് ചോദിക്കാൻ പാടില്ല. അത് ചോദിക്കേണ്ട സക്കാത്ത് വേറെയുണ്ട്. പക്ഷെ ഫിത്ർ സക്കാത്ത് അതിൽ പെടൂല. ഫിത്ർ സക്കാത്ത് മുഴുവനും അതിന്റെ സംഖ്യകൾ വാങ്ങി പിന്നെന്താ പരിപാടി? അതിൽ മിച്ചമുള്ളത് ശമ്പളത്തിന്, ബാക്കിയുള്ളത് കൊണ്ടുപോയിട്ട് അതിന്റെ പലിശ ഇത്ര ഉണ്ട്, ഇത്ര ശതമാനം ഉണ്ട്, ഇത്ര ശതമാനം ഓരോരുത്തർ കൊടുത്ത് അവരുടെ ഭക്ഷണം അത് കവർച്ചയാണ്. എത്രയാണ് കവർച്ച എടുത്തത്? വല്ല കണക്കുണ്ടോ സഹോദരങ്ങളെ? എത്ര കവർച്ച നടത്തി? അല്ലെ ഫത്തുഹുൽ മീനിലൊക്കെ കാണാം മസ്അല. കഅബയിലേക്ക് ഒരാൾ നേർച്ചയാക്കിയാൽ എന്ത് ചെയ്യണം? നേർച്ചയാക്കണ സ്വഭാവം ഉണ്ടായിട്ടാണ് അങ്ങനെ മസ്അല വന്നത്. നേർച്ചയാക്കിയാൽ എന്ത് ചെയ്യണം? അത് അവിടെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം? അങ്ങനെ നേർച്ചകൾ സ്വീകരിക്കുന്ന ഒരു നേർച്ചപ്പെട്ടി അവിടെ ഉണ്ടായിരുന്നു. അത് മലയാള പുസ്തകത്തിന്റെ ചരിത്രം മാത്രമല്ല, അറബി ഗ്രന്ഥങ്ങളിലുണ്ട് ആ ചരിത്രം. ആ വലിയ ഭണ്ഡാരം മുഴുവനും ഇടിച്ച് പൊളിച്ച് തകർത്ത് എന്ത് ചെയ്തു ആ സ്വത്തൊക്കെ? അങ്ങനെ തുടങ്ങി ധാരാളമുണ്ട്. അവരുടെ ഭക്ഷണം കവർച്ചയാണ്. അവരുടെ സമ്പാദ്യമോ അവിഹിതമാണ്. ഹലാലായ സമ്പാദ്യമല്ല, അവിഹിതമാണ്. അതുകൊണ്ടാണ് പലരും പലിശക്ക് കൊടിനാട്ടുന്നത് പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട്, അതൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് അവിഹിത സ്വത്താണ് അവരുടെ സമ്പാദ്യം. വലാ യഖ്റബൂനൽ മസാജിദ ഇല്ലാ ഹുജ്റാ. അവര് പള്ളിയോട് അടുക്കുകയില്ല, പള്ളിയിലേക്ക് അവർ വരികയില്ല. ഇല്ലാ ഹുജ്റൻ, പരസ്യമായിട്ട് ജനങ്ങളൊക്കെ കാണുന്ന സമയത്തല്ലാതെ അവർ പള്ളിയോട് അടുക്കുകയില്ല. വലാ യഅ്തൂന സ്വലാത്ത ഇല്ലാ ദുബ്റാ. നിസ്കാരത്തിന് അവർ സമീപിക്കുകയില്ല, വരികയില്ല ഏറ്റവും പിറകിലായിട്ടല്ലാതെ. മുസ്തക്ബിരീന, അവര് അഹങ്കാരികളാണ്, ധിക്കാരികളാണ്. ലാ യഅ്ലഫൂന വലാ യുഅ്ലഫൂൻ. അവർ സ്വന്തമായി മറ്റുള്ളവരിലേക്ക് ഇണങ്ങുകയില്ല, അവരിലേക്ക് അങ്ങോട്ട് ഇണങ്ങാൻ പോയാൽ ഇണക്കം തരുകയുമില്ല. ഖുശുബും ബില്ലൈലി സുഖുബും ബിന്നഹാർ. രാത്രിയിൽ മരത്തടികളെ പോലെയാണ്, അങ്ങനെ കിടന്നുറങ്ങും. പകലിലോ, പകലിൽ അപശബ്ദങ്ങളാണ്, ഒച്ചപ്പാടുണ്ടാക്കാൻ പറ്റിയിടത്ത് മുഴുവനും പോയി ശബ്ദിക്കും. ഇത് ബാഹ്യതലത്തിലുള്ള ചില അടയാളങ്ങളായി ബഹുമാനപ്പെട്ട മഹാന്മാരായ പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയ ഈ ആയത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയതാണ് ഹാഫിദ് ഇബ്നു കസീർ. നിങ്ങൾ നോക്ക്, അവരുടെ സ്വഭാവങ്ങൾ, അവരുടെ ശൈലികൾ എല്ലാം ബഹുമാനത്തിന് എതിരാണ് എന്ന് ഇന്നലെ പറഞ്ഞിരുന്നു. തൊട്ടുതായ അല്ലാഹു തആല പറയുന്നു, വഇദാ ഖീല ലഹും തആലൗ യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ്. മുനാഫിഖുകളോട് പറയപ്പെട്ടാൽ നിങ്ങൾ വരൂ, അള്ളാഹുവിന്റെ റസൂല് നിങ്ങൾക്ക് മാപ്പ് ചെയ്തു തരും, നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടും എന്നെങ്ങാനും അവരോട് പറയപ്പെട്ടാൽ ലവ്വൗ റൂസഹും, അവര് നേരെ തല അങ്ങോട്ട് തിരിക്കും. തല വളച്ചൊരൊറ്റ പോക്കാണ്, വല്ലാത്തൊരു പോക്ക്, ദേഷ്യവും അഹങ്കാരവും ഒക്കെ ഉള്ളൊരു പോക്ക്. വറഅയ്തഹും യസുദ്ദൂന വഹും മുസ്തക്ബിറൂൻ. ഈ പറഞ്ഞ ആശയം സ്വീകരിക്കാതെ, കാരണം ബോധിപ്പിക്കാതെ, ഇസ്തിഗ്ഫാറിന് വരാതെ ധിക്കാരികളായി അവര് പിന്തിരിഞ്ഞു പോകും. ഈ ആയത്ത് ഇറങ്ങാനുള്ള സാഹചര്യം പറഞ്ഞെടുത്ത് ഖുർആൻ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്ന 1, 2, 3 വിഷയങ്ങളുണ്ട്. ഒന്നാമതായി ചിലര് പറഞ്ഞു, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ഉഹദിൽ പങ്കെടുത്തവരിൽ നിന്ന് ഒരു 300 അല്ലെങ്കിൽ അതിൽ കുറഞ്ഞോ ആളുകൾ ആ സമര പോർക്കളം ഇങ്ങനെ ശക്തമായി മുന്നോട്ട് നീങ്ങുമ്പോ കുറച്ചാളുകൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞു. അബ്ദുല്ലാഹിബിൻ ഉബയ്യിബിൻ സലൂലിന്റെ നേതൃത്വത്തിൽ കുറച്ചാളുകൾ അവര് പറഞ്ഞു, ഞങ്ങൾക്ക് യുദ്ധം ഒന്നും അറിയില്ല, ഞങ്ങൾ പോവാണ്. ലൗ നഅലമു ഖിതാലൻ ലത്തബഅനാകും. ഞങ്ങൾക്ക് ഈ പോരാട്ടമൊന്നും അറിയില്ല, അറിയാണെങ്കിൽ ഞങ്ങൾ നേരത്തെ ഞങ്ങളെ കൂടെ കൂടായിരുന്നു, ഞങ്ങൾ പോകാം, വീട്ടിലേക്ക് പോകാണ് എന്ന് പറഞ്ഞു ഉഹദിൽ നിന്ന് മദീനയിലേക്ക് പിന്തിരിഞ്ഞു. ഖുർആൻ പറയുന്നുണ്ട് സൂറത്ത് ആൽ ഇംറാനിൽ, പിന്തിരിഞ്ഞു.
പിന്തിരിഞ്ഞപ്പോ നാട്ടിലെത്തിയപ്പോ അബ്ദുല്ലാഹിബിൻ ഉബൈയിനോടും കൂടുള്ളവരോടും ജനങ്ങൾ പറഞ്ഞു, നിങ്ങൾ ചെയ്ത് വളരെ മോശപ്പെട്ട പരിപാടി. ഇങ്ങനെ ഒരു വിഷയത്തിന് പോയിട്ട് അതൊന്ന് പൂർത്തീകരിക്കാൻ കാത്തു നിൽക്കാതെ നിങ്ങൾ അവിടുന്ന് പോന്നല്ലോ, അത് സംഗതി ശരിയായില്ല. അബ്ദുല്ലാഹിബിൻ ഉബൈയിനോട് കുടുംബക്കാരിൽപ്പെട്ട കുറെ ആളുകൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ചെയ്തത് ശരിയായില്ല എന്ന് ശേഷിക്കുന്ന മദീനത്ത് ശേഷിക്കുന്ന മുസ്ലിങ്ങളും ബാക്കിയുള്ള കുറെ ആളുകളും വന്ന് പറഞ്ഞു. സ്വന്തം ബാപ്പയുടെ മക്കൾ അബ്ദുല്ലാഹിബിൻ ഉബൈയിനോട് വന്ന് പറഞ്ഞു, അഥവാ സഹോദരങ്ങൾ വന്ന് പറഞ്ഞു, ലൗ അതൈത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ യസ്തഗ്ഫിറ ലക വയുർളി അൻക. ഇങ്ങനെ പിന്തിരിഞ്ഞു പോകുന്നത് മോശമാണ്. നിങ്ങൾ തിരിച്ചു പോയിട്ട് അള്ളാഹുവിന്റെ റസൂലിനോട് പറയണം, ഞങ്ങൾ അങ്ങനെ ഒരു ചിന്തയില്ലാതെ പോയി, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോടൊന്ന് പൊറുക്കലിനെ ചോദിക്കണം. എന്നാ നബി തങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാപ്പിരക്കുകയും നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് തൃപ്തിയാകുന്ന വാചകങ്ങൾ കേൾപ്പിക്കുകയും ചെയ്യും. അബ്ദുല്ലാഹിബിൻ ഉബൈ പറഞ്ഞു, ലാ അദ്ഹബു ഇലൈഹി, ഞാൻ പോകൂല. ഞാൻ അങ്ങനെ ഒരു മാപ്പ് പറയാൻ, ഈ ചെയ്ത കാര്യം തെറ്റാണെങ്കിൽ തെറ്റെന്ന് കൂട്ടിക്കോളി, പക്ഷെ അത് പൊരുത്തപ്പെടിക്കാനും എനിക്ക് അള്ളാഹുവിൽ നിന്നൊരു മാപ്പ് വാങ്ങിത്തരാനും ഞാൻ പോകൂല. എന്താ പോകാൻ കഴിയാത്തത്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിക്കാൻ കഴിയൂല. അതന്നെ. അങ്ങനെ തങ്ങൾ പറഞ്ഞാൽ അല്ലാഹു തആല മാപ്പ് കൊടുത്തിട്ടില്ലേ? എത്ര ആളുകൾക്ക് അങ്ങനെ മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവേ നീ പുറത്തു കൊടുക്കുക എന്ന് പറഞ്ഞു ദുആയിരുന്നിട്ട് എത്ര ആളുകൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിനൊന്നു പോകാൻ വേണ്ടി പറഞ്ഞപ്പോ വഫാത്തിന് ശേഷമല്ല, തങ്ങളെ ഹയാത്ത് കാലത്ത് തന്നെ. വഫാത്തിന് ശേഷം വിളിച്ചാൽ കുറച്ചുകൂടി ഡിഗ്രി കൂടും സംസാരം, ഞാനത് പറയാം. ഈ രണ്ട് വിഷയവും ഇപ്പൊ ആയത്തിലുണ്ട്. നിങ്ങൾ വരി, നമ്മൾ അവിടെ നിന്ന് പോയി സിയാറത്ത് ചെയ്തിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മളെ വിഷയങ്ങൾ നബിതങ്ങളെ മുന്നിൽ വെച്ച് അള്ളഹാനോട് പഠിച്ചോനെ എന്റെ ദോഷങ്ങളൊക്കെ പൊറുക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ അള്ളഹാനോടാണ്. നമ്മളെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇടപെടിക്കണം എന്ന് അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്താൽ തങ്ങളെ നമ്മളെ വിഷയത്തിൽ അള്ളാഹു ഇടപെടിക്കുകയും ഷഫീആയിട്ട് നമുക്ക് വേണ്ടി മുത്തുനബി തങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയും ചെയ്യും. നമ്മളെ കാര്യങ്ങളൊക്കെ പുറത്തു കിട്ടും, നല്ല ആളുകളായി മാറാൻ പറ്റും എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാകും. അങ്ങടോ സലാം പറഞ്ഞ് ദ്വാരക്കാനോ, അള്ളാഹുവിനോട് അവിടെ വെച്ച് ദ്വാരക്കാനോ, ആണെങ്കിൽ മദീനത്തെ പള്ളിയിൽ വെച്ച് ദ്വാരക്കാം. അതിന്റെ കുറച്ച് അപ്പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുജ്റത്തു ശരീഫയുടെ അടുത്ത് വെച്ച് അവിടെ വെച്ച് സലാം പറഞ്ഞു ദ്വാരക്കാൻ പറ്റൂല. ആര് പറഞ്ഞു ദ്വാരക്കാൻ പറ്റൂല? അവിടെ വെച്ച് സലാം പറയണമെന്നും ദ്വാരക്കണമെന്നും പഠിപ്പിച്ചവരല്ലേ മഹാന്മാർ. അങ്ങനെ വന്ന് ദ്വാരുന്ന ആൾക്കാരെ സ്വഹാബിമാര് കണ്ടു, എന്നിട്ട് അവര് പിടിച്ചു മാറ്റിയോ? ശരിയല്ല എന്ന് പറഞ്ഞോ? അവർക്കതിന് നേർക്ക് നേരെയുള്ള ഫലവും കിട്ടി. അതേ ശരിക്കുള്ള അനൗൺസ്മെന്റ് കിട്ടി, സന്തോഷം കിട്ടി, അവര് പിരിഞ്ഞുപോയി. ഒന്നും രണ്ടും സംഭവങ്ങളല്ല, ധാരാളം സംഭവങ്ങളുണ്ട്. ഇരിക്കട്ടെ, അബ്ദുല്ലാഹിബിൻ ഉബൈയിനോട് പറഞ്ഞു, കുടുംബക്കാര് വന്നിട്ട് പറഞ്ഞു, ഉഹദിൽ നിന്ന് അങ്ങനെ മടങ്ങിപ്പോന്നത് ശരിയല്ല, നിങ്ങൾ തിരിച്ചു പോയിട്ട് അള്ളാഹുവിന്റെ റസൂലിനോട് മാപ്പ് പറയണം, എന്നിട്ട് പൊരുത്തപ്പെടിക്കണം. അദ്ദേഹം പറഞ്ഞു, ഞാൻ പോകൂല. വലാ ഉരീദു അൻ യസ്തഗ്ഫിറ ലീ, എനിക്ക് നബിതങ്ങൾ മാപ്പ് ചോദിക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്കങ്ങനെ നബിതങ്ങൾ ഇസ്തിഗ്ഫാറും ചൊല്ലണ്ട, എനിക്കങ്ങനെ ഉദ്ദേശമില്ല. അപ്പോഴാണ് അല്ലാഹു ആയത്തിറക്കിയത്, വഇദാ ഖീല ലഹും തആലൗ യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹി ലവ്വൗ റൂസഹും വറഅയ്തഹും യസുദ്ദൂന വഹും മുസ്തക്ബിറൂൻ. അള്ളാന്റെ റസൂൽ നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടും, നിങ്ങൾ വരി, നമ്മളൊന്ന് പോയി നോക്കുക എന്ന് പറഞ്ഞാൽ അവരെ മനസ്സതിന് സമ്മതിക്കൂല. എന്ന് മാത്രമല്ല, ആ വിഷയം അവഗണിച്ച് തള്ളി അഹങ്കാരികളായി അവർ പിന്തിരിഞ്ഞു പോകുന്നത് കാണാൻ പറ്റും. അതേ സമയത്ത് ഇത് ഒരു പക്ഷം ആളുകളുടെ അഭിപ്രായമാണ്, ഇതും ഉണ്ടായിട്ടുണ്ട്. ബഹുഭൂരിപക്ഷം ആളുകൾ പറയുന്നത്, ശേഷം പറയുന്ന ആയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിമർശിച്ചുകൊണ്ടൊരു വാക്ക് പറയുന്നുണ്ട് അബ്ദുല്ലാഹിബിൻ ഉബൈ അവന്റെ കൂടെ നിൽക്കുന്ന ആളുകളോട്. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിറക്കിയിട്ട് അത് തിരുത്താൻ വേണ്ടി നിങ്ങൾ പോരണം, നമുക്കത് പറഞ്ഞ് തിരുത്തിപ്പിക്കാമെന്ന് പറയുമ്പോ അവൻ അതിന് സമ്മതിക്കുന്നില്ല. അതിന്റെ സംഭവം എന്താണെന്നറിയോ സഹോദരങ്ങളെ? ബനുൽ മുസ്തലഖ് എന്ന് പറയുന്ന സ്ഥലത്ത്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിന്റെ കൂടെ പോയി. ഇവരും കൂടെയുണ്ട്, അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂലും കൂട്ടരുമുണ്ട്. അവിടെ വെച്ച് പോരാട്ടങ്ങളൊക്കെ കഴിഞ്ഞു. തിരിച്ചു പോരാൻ ഒരുങ്ങുന്ന സമയത്ത് അവിടെയുള്ളൊരു കിണറിന്റെ സമീപത്ത് രണ്ടാളുകൾ തമ്മിൽ തർക്കം കൂടുന്നുണ്ട്. ഒന്ന് ജഹ്ജാഹു ബിനു സഈദ് എന്ന് പറയുന്ന ആളാണ്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കൂലിപ്പണിക്കാരനാണ് ഈ ജഹ്ജാഹു ബിനു സഈദ്. വേറൊരാള് സിനാൻ എന്ന് പറയുന്ന ആളാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂലിന്റെ കൂലിപ്പണിക്കാരനാണ്, സഖ്യകക്ഷിയാണ്. രണ്ടുപേരും തർക്കം കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് ഏറ്റുമുട്ടുന്നുണ്ട്. അപ്പൊ ജഹ്ജാഹു ഉറക്കെ വിളിച്ചു പറഞ്ഞു, യാലൽ മുഹാജിരീൻ, മുഹാജിരിങ്ങളെ എന്നെ സഹായിക്കണം എന്നൊരു ഭാഷ. അപ്പുറത്തുള്ള സിനാന് പറഞ്ഞു, യാലൽ അൻസാർ, അൻസാറുകളെ നിങ്ങൾ വന്ന് എന്നെ സഹായിക്കണം. അങ്ങനെ രണ്ടുപേരും രണ്ടു പക്ഷത്തെ വിളിച്ചപ്പോ ജഹ്ജാഹിനെ സഹായിക്കാൻ വേണ്ടി മുഹാജിരീങ്ങളിൽപ്പെട്ട കുറെ ആളുകൾ ഓടി വന്ന കൂട്ടത്തിൽ അപ്പുറത്ത് നിൽക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂലിന്റെ സഖ്യകക്ഷിയായ സിനാൻ എന്ന് പറയുന്ന ആളെ ഈ കൂട്ടത്തിലുള്ള ഒരാൾ അടിച്ചപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ സലൂല് അവിടെയുള്ള ആളുകളോട് പറഞ്ഞു, നേരം വെളുക്കുമ്പോഴേക്ക് നമുക്ക് തിരിച്ചടിക്കണം. നമ്മളെപ്പോലെയുള്ള ആളുകൾ ഇങ്ങനെ മിണ്ടാതിരുന്നാ ശരിയാകൂല, അടിച്ച ആളുകളെ തിരിച്ചടിക്കണം എന്ന് പറഞ്ഞിട്ട്, ഇങ്ങനെയായാൽ നമ്മളെ മുഴുവനും അവർ കവർന്നെടുത്തു പോകുമല്ലോ, നമ്മളെ കൂട്ടത്തിലുള്ള ഒരാളെയല്ലേ അടിച്ചത് എന്ന് അബ്ദുല്ലാഹി ഇബ്നു സലൂൽ പറഞ്ഞു. അവന്റെ കൂടെയുള്ള ആളുകളോട് അവൻ സ്വകാര്യമായി പറഞ്ഞു, അമാ വല്ലാഹി ലഇർ റജഅനാ ഇലൽ മദീനതി ലയുഖ്രിജന്നൽ അഅസ്സു മിൻഹൽ അദൽ. ആ വാക്കാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാര് ഇവനോട് ഇസ്തിഗ്ഫാറിന് വേണ്ടി പോകാൻ പറഞ്ഞ വാക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അത് കുറച്ച് മോശപ്പെട്ട വാക്കാണ്. നമ്മൾ മദീനയിലേക്ക് മടങ്ങിയെത്തിയാൽ ലയുഖ്രിജന്നൽ അഅസ്സു മിൻഹൽ അദൽ, നമ്മളെ കൂട്ടത്തിൽ നിന്ന് പ്രബല വിഭാഗമായിട്ടുള്ള ആളുകൾ, പ്രബല വിഭാഗം എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്, അന്തസ്സുള്ള ആളുകൾ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് അബ്ദുല്ലാഹി ഇബ്നു ഉബൈനെയും അവന്റെ കൂടെയുള്ള കുറച്ച് ആളുകളെയാണ്. നമ്മൾ അവിടെ നാട്ടി പുറത്താക്കും. അൽ അദൽ, നിന്യന്മാരായ, നീചന്മാരായ, നികൃഷ്ടരായ ആളുകളെ. ആ അദല്ല് എന്നുള്ള വാക്കുകൊണ്ട് അവൻ ഉദ്ദേശിച്ചത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും മുഹാജിറുകളായ സ്വഹാബിമാരെയും അൻസാറുകളിൽപ്പെട്ട കുറച്ചാളുകളെയും, അവരോട് സഹകരിച്ച് നിൽക്കുന്ന ആൾക്കാരെ. ഈ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ സലൂലും ശരിക്കും കുടുംബം നോക്കുകയാണെങ്കിൽ അൻസാറുകൾപ്പെട്ട ആളാ, അൻസാരി കുടുംബത്തിൽപ്പെട്ട ആളാണ് അബ്ദുല്ലാഹി ഇബ്നു ഉബൈ സലൂൽ. ഖസ്റജ് ഗോത്രക്കാരനാണ്. പക്ഷേ അപ്പൊ അവന്റെ ആ കൂടെയുള്ള ആൾക്കാരെ മാറ്റി നിർത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നല്ലോണം സഹകരിക്കുന്ന, എല്ലാ കാര്യത്തിനും തങ്ങളെ കൂടെ ഉണ്ടാകുന്ന അൻസാറുകളെയും മുഹാജിറുകളെയും തങ്ങളെയും ഉദ്ദേശിച്ചുകൊണ്ട് അദല്ല് എന്നൊരു ഭാഷ, നിന്യന്മാർ, നീചന്മാർ, നികൃഷ്ടരെന്ന അർത്ഥം വരുന്ന വളരെ തരംതാഴ്ന്നൊരു ഭാഷ, അബൂജഹൽ പോലും പറയാത്തൊരു ഭാഷ പ്രയോഗിച്ചു. ഈ ഒരു ഭാഷ പറഞ്ഞപ്പോ ഇത് കാതോരം പറയുന്നത് കേട്ടു ബഹുമാനപ്പെട്ട സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹു. ബാക്കി എന്ത് സംഭവം ഉണ്ടായെന്നുള്ള ബാക്കി പറയാം. സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹു ഒരു ചെറുപ്പക്കാരനാണ്. ഇവന്റെ ആളുകളോട് കൂടെ നിന്ന്, അബ്ദുല്ലാഹി ഉബൈ സലൂൽ അവന്റെ ആളുകളെ കൂട്ടത്തിൽ നിന്ന് ഈ പറയുന്ന ചർച്ച മദീനയിൽ എത്തട്ടെ, എന്നിട്ട് നമ്മൾ കുറച്ചൊക്കെ അന്തസ്സുള്ള വിഭാഗം ആ പാവങ്ങൾ അവിടെ നാട്ടി പുറത്താക്കും എന്ന് പറയുന്ന വർത്തമാനം കേട്ട ഉടനെ തന്നെ സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന്ത വല്ലാഹി ദലീലുൽ മുബ്ഗളു ഫീ ഖൗമിക. അബ്ദുല്ലാ, നീയാണ് നിന്യൻ, അല്ലാഹു തന്നെയാണ് സത്യം, നീയാണ് നിസാരൻ, ജനങ്ങളിൽ വെറുക്കപ്പെടുന്ന ആള് നീയാണ്. അതേ സമയത്ത് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ റഅസിഹി താജുൽ മിറാജി ഫീ ഇസ്സിൻ മിനർ റഹ്മാനി വഖുവ്വത്തിൻ മിനൽ മുസ്ലിമീൻ.
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തേക്ക് അല്ലാഹു നൽകിയത് മിഅ്റാജിന്റെ കിരീടമാണ്. ഏറ്റവും വലിയ സ്ഥാനമാണല്ലോ തങ്ങൾക്ക് അല്ലാഹു നൽകിയ മിഅ്റാജ്. ആ മിഅ്റാജിന്റെ കിരീടം തങ്ങൾക്കാണ്. തങ്ങൾ അല്ലാഹുവിൽ നിന്ന് കിട്ടിയ അന്തസ്സിലാണ്, അഭിമാനത്തിലാണ്. മുസ്ലിങ്ങളുടെ വലിയൊരു പിമ്പലവും ശക്തിയും തങ്ങൾക്കുണ്ട്. ഇതെങ്ങനെയോ പറയുന്ന സ്വകാര്യം അതിലെ പോകുന്ന സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹു കേട്ടതാണ്. ഒരാളെ കേട്ടത്, അവന്റെ ആൾക്കാരെ കൂടെ നിന്നിട്ട് അവനിങ്ങനെ പറയാണ്, നമ്മളെ ബന്ധുവായ സിനാനെ മറ്റേ അടിച്ചല്ലേ, അടിച്ചതിന് നമുക്ക് മദീനത്ത് പോയിട്ട് പോലെ ആട്ടി പുറത്താക്കണം എന്ന് പറഞ്ഞപ്പോ നബിതങ്ങളെയും സഹാബത്തിനെയും എന്നല്ല അവൻ പറഞ്ഞ ഭാഷ, ആ നിന്യന്മാരായ നികിട്ടന്മാരായ ആളുകളെ അവിടുന്ന് അന്തസ്സുള്ള വിഭാഗം മാട്ടിപ്പുറത്താക്കും എന്ന് പറഞ്ഞ ഭാഷ കേട്ടപ്പോ പ്രതികരിച്ചു സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹു. അപ്പൊ സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹു ഇത് നബി തങ്ങളോട് പറയും എന്ന് തോന്നിയത് കൊണ്ട് അബ്ദുല്ലാഹി ബിൻ ഉബൈ സലൂൽ പറഞ്ഞു, ഉസ്കുത്, നീ അത് വിഷയാക്കണ്ട, ഫഇന്നമാ കുന്തു അൽഅബ്, ഞാനൊരു തമാശക്ക് പറഞ്ഞതാണ്, ഞാനൊരു തമാശക്ക് ഒരു രസത്തിന് പറഞ്ഞതാണ്, നീ അത് വിഷയാക്കേണ്ടത് ആരോടും പറയണ്ടെന്നു. സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹു ആ പറഞ്ഞ പ്രയോഗം സഹിക്കാത്തത് കൊണ്ട്, കാരണം അവരെ പറ്റി പറഞ്ഞ അവർക്ക് വിഷയമല്ല. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബഹുമാനം കുറക്കുന്ന ഒരു വാക്ക് അത് ഈമാനില്ല എന്നതിന്റെ പ്രകടമായ അടയാളമാണ്. നിസ്കരിക്കാൻ നേരത്തെത്തിയാലും ശരി, നോമ്പൊക്കെ നോറ്റാലും ശരി, ഈ ഭാഷ വരുമ്പോ മനസ്സിലാക്കുക ഉള്ളിൽ ഈമാനില്ല. ആ ഭാഷയിലൂടെ അത് മനസ്സിലാക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനം ഇടിച്ചു താഴ്ത്തുന്ന ഏതെല്ലാം പ്രയോഗങ്ങൾ ലോകത്താരെല്ലാം നടത്തുന്നുണ്ടോ അവരെല്ലാം ഈ പറഞ്ഞതിന്റെ പിന്നിലുള്ള മെമ്പർമാരാണ്. ഇനി മലയാളത്തിൽ എഴുതിയതും അറബിയിൽ എഴുതിയതും ബാക്കിയൊക്കെ നിങ്ങൾ കൂട്ടിക്കോളൂ. പ്രസംഗത്തിൽ പറഞ്ഞതും പറയാത്തതൊക്കെ ഞാൻ ഓരോന്നും പറയുന്നില്ല, അതിന് സമയം സന്ദർഭം അനുവദിക്കൂല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറഞ്ഞ വാക്ക് കേട്ടപ്പോ തന്നെ സെയ്ദ് റളിയല്ലാഹു അൻഹു പോയി പറഞ്ഞു, നബിയെ, അതാ അവിടുന്ന് അബ്ദുല്ലാഹി ബിൻ ഉബൈ ബിൻ സലൂൽ അവന്റെ കൂട്ടത്തിലുള്ള ആളുകളോട് ഇങ്ങനൊരു വർത്തമാനം പറയുന്നുണ്ട്, ഞാൻ കേട്ടു. അത് കേട്ടപ്പോ സദസ്സിലുള്ള ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ദഅനി അളിരിബ് ഉനുഖ ഹാദൽ മുനാഫിഖ് യാ റസൂലല്ലാഹ്. ഇമാം നസഫി റഹ്മത്തുള്ളാഹി അലൈഹി ആയത്തിന്റെ തഫ്സീറിൽ, അവിടുത്തെ തഫ്സീറിൽ പറയുന്നു, ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ട് പറഞ്ഞു, ആ മുനാഫിക്കിന്റെ പെരടി ഞാൻ വെട്ടണം, എന്നെ ഒന്ന് വിടൂ നബിയെ, അനുവദിക്കൂ. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ഇദൻ തുർഇദു ഉൻഫുൻ കസീറ ബിയസ്രിബ്, മദീനയിൽ വലിയ പ്രശ്നങ്ങളും വലിയ കോലാഹലങ്ങളും ഉണ്ടാകൂലേ, അതുകൊണ്ട് വേണ്ട. ഒരാൾക്ക് അങ്ങനെ പ്രതികാരം എടുത്താല് പിന്നെ അതിന്റെ പിന്നാലെ കുറച്ച് ആൾക്കാർ അത് പറയാനും ഏറ്റു പറയാനും ന്യായീകരിക്കാനൊക്കെ ഉണ്ടാകൂലേ, അയാളങ്ങനെ നിന്നോട്ടെ, പരമാവധി നോക്ക്, നന്നാകാണെങ്കിൽ നന്നാകട്ടെ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ശൈലി. കുറച്ചു കഴിഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു നബിയെ, ഞാനിപ്പോ ഹിജ്റ വന്ന ആളല്ലേ, ഞാൻ അയാളെ കൊല്ലുന്നതാണ് പ്രശ്നമെങ്കിൽ ഞങ്ങളൊരു അൻസാരിയെ ഏൽപ്പിച്ചോളി, നബിന് പ്രശ്നമല്ല, ഒലക്ക് അൻസാറുകളല്ലേ, ഒല കൂട്ടത്തിൽപ്പെട്ട ആളായിക്കോട്ടെ. മക്കത്തുനിന്ന് വന്ന ഹിജ്റ വന്ന ഞാൻ കൊന്നു എന്നുള്ളതാണ് പ്രശ്നമെങ്കിൽ മുഹാജിരീങ്ങളെ ഏൽപ്പിക്കണ്ട, ഒരു അൻസാരിയോട് പറയട്ടെ. ഈ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ സലൂലും അൻസാറുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളല്ലേ. കുടുംബം നോക്കുമ്പോ സ്വഹാബിമാരിൽ ഇഖ്ലാസ് ഉള്ള ആൾക്കാർ എന്നുള്ള അർത്ഥത്തിലല്ല, കുടുംബം നോക്കുമ്പോ ഖസ്റജ് കുടുംബത്തിൽപ്പെട്ട ആളാണ്, ഒരു അൻസാരിയോട് കൊന്നോട്ടെ. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അങ്ങനെ ഒരാളെ കൊല്ലാൻ വിട്ടാല് ജനങ്ങളൊക്കെ മദീനയിൽ ഒരു പക്ഷേ പറഞ്ഞാലോ, ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം അനുയായികളെ ഇങ്ങനെ കൊല്ലുന്ന ആളാണ് എന്ന ആളെങ്കിലൊക്കെ പറഞ്ഞാല് ഏതെങ്കിലും ആൾക്കാരത് കേട്ടിട്ട് അവര് ഈമാൻ പോകൂലേ, അതുകൊണ്ട് വേണ്ട, അവിടെ നോക്കും. അതാ നിങ്ങൾ ശ്രദ്ധിച്ചത്. അല്ല അപ്പൊ അയാളെ കൊല്ലാൻ പണിയൊന്നുമില്ല, അബ്ദുല്ലാഹി ഇബ്നു സലൂലിനെ കൊല്ലാൻ പണിയൊന്നുമില്ല. ഇത് ആ സദസ്സിൽ നിന്ന് കേട്ട് നേരെ സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹു ഇവിടെ വന്ന് ഈ വിഷയം പറഞ്ഞപ്പോ കുറച്ച് കഴിഞ്ഞപ്പോ അബ്ദുല്ലാഹി ഇബ്നു സലൂൽ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ അബ്ദുല്ലാഹിനെ വിളിച്ചിട്ട് നബി തങ്ങൾ ചോദിച്ചു, അബ്ദുല്ലാ അന്ത സ്വാഹിബുൽ കലാമില്ലദീ ബലഗനീ, എനിക്ക് വിവരം കിട്ടിയ ആ വർത്തമാനം പറഞ്ഞ ആള് നിങ്ങളാണോ? നോക്കിട്ടോ, ഞാൻ ഓല മേക്കപ്പ് നോക്കിയോളൂ. അവര് പറഞ്ഞാലല്ല ചൊങ്കിലും ചൊർക്കിലും പറയും. നേരത്തെ പറഞ്ഞില്ലേ, ജനങ്ങളുടെ ശ്രദ്ധിക്കുന്ന രൂപത്തിൽ പറയും. അതാ കേട്ടു. അബ്ദുല്ലാഹി ഇബ്നു ഉബൈ സലൂൽ പറയാണ്, വല്ലാഹി, കണ്ടോ സത്യം,
ഈ സത്യം കൂടുതലാക്കിയ അറബികൾ പോലും പറയുന്നത് വിശ്വസിക്കാൻ പറ്റൂല. ഇവരിതാ സത്യം പറഞ്ഞു, വല്ലാഹി അൻസല അലൈക്കൽ കിതാബ്, നിങ്ങൾക്ക് ഖുർആൻ ഇറക്കി തന്ന അല്ലാഹുവിനെ തന്നെയാണ് സത്യം. മാ ഖുൽതു ശൈഅൻ മിൻ ദാലിക്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. വഇന്ന സൈദൻ ലകാദിബുൻ, സൈദ് നുണ പറയാൻ നബിയെ. സൈദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു പറഞ്ഞത് പൊള്ളാണ്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഇതാണ് അല്ലാഹു നേരത്തെ പറഞ്ഞത്, ഇത്തഖദു ഐമാനഹും ജുന്ന. സത്യവാചകങ്ങൾ പറയുന്നത് ഒരു കാവലിന് വേണ്ടി, ഒരു പരിചക്ക് വേണ്ടി. സംഭാവന തുടങ്ങിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. സഹോദരിമാരെ ഭാഗത്തേക്ക് കുറച്ച് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് കവറ് വരും. നാളെ നമ്മുടെ സദസ്സിന്റെ സമാപനമാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് സ്വാലിഹ് തുറാബ് തങ്ങൾ ആത്മീയ മജ്ലിസിന് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. നമ്മുടെ സ്ഥാപനത്തിന് വലിയ വലിയ സംഭാവനകളൊക്കെ സഹോദരിമാർ ആ കവറിലിട്ട് നാളെ കൊണ്ടുവരണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തും. അല്ലാഹു തആല ഒരുപാട് ഖൈറുകൾ നമ്മുടെ സ്ഥാപനങ്ങളും മറ്റുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അവര് സത്യം ചെയ്ത് പറയുന്നത് ശിക്ഷ വരാതിരിക്കാനുള്ള ഒരു പരിചയാണ് എന്ന് അള്ളാഹു പറഞ്ഞതിനെ പറ്റിയാണ്. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലാന്നും സെയ്ദ് നുണ പറയാണെന്നും പറഞ്ഞപ്പോ സദസ്സിലുള്ള കുറെ ആളുകൾ പറഞ്ഞു, നബിയേ ഇയാൾ എത്ര വയസ്സുള്ള ആളാണ്. കുറച്ച് ആൾക്കാര് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലിന്റെ ഒപ്പമുള്ള ആൾക്കാര് അയാൾക്ക് ഇങ്ങനെ ഒന്ന് കൂടെ നിന്നിട്ട് പറയാണ്, എത്ര പ്രായമുള്ള ആളാ നബിയെ ഈ അബ്ദുല്ലാഹി ഇബ്നു സലൂൽ, വയസ്സായ ആളല്ലേ, ഞങ്ങളെ കൂട്ടത്തിൽ മുതിർന്ന ആളല്ലേ. ആ സെയ്ദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരനല്ലേ. ഈ പ്രായമുള്ള ആളെ വർത്തമാനം തള്ളിയിട്ട് സെയ്ദ് ഇബ്നു അർഖമിന്റെ വർത്തമാനമാണോ നിങ്ങൾ മുഖവിലക്കെടുക്കുന്നത് എന്നൊരു ചോദ്യം കൂട്ടത്തിലുള്ള ആൾക്കാർ ചോദിച്ചു. സുബ്ഹാനല്ലാഹ്, സെയ്ദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു ഒന്നും മിണ്ടിയില്ല. കാരണം തീരുമാനം അല്ലാഹു തആല തരികയാണെങ്കിൽ അത് സ്വീകരിക്കാം. ഒരു കളവും പറഞ്ഞിട്ടില്ല. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ സ്വകാര്യമായി പറഞ്ഞ ഒരു വർത്തമാനം അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറഞ്ഞ വാക്ക് സഹിക്കാത്തത് കൊണ്ട് നേർക്ക് നേരെ അവിടുന്നും പ്രതികരിച്ചു, ഇവിടെ വന്നിട്ടും പറഞ്ഞു. നമ്മളോടൊരാൾ വന്നിട്ടേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇകഴ്ത്തി പറയുകയാണെങ്കിൽ ആഹാ എന്നാണ് കേട്ടുകൊടുക്കരുത്. അപ്പൊ തന്നെ അത് പ്രതികരിച്ച് മറുപടി പറയണം. അതാണ് സെയ്ദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത്. നമ്മളത് കേട്ടുകൊടുത്ത് ആ എന്നാണ് നമ്മളെ കൂട്ടത്തിൽ പെടൂലേ. ഒരാള് വന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇകഴ്ത്തുന്ന ഒരു വർത്തമാനം, ഒരു നിഫാഖുള്ള ആള്, ഒരു റിദ്ദത്തുള്ള ആള്, അല്ലെങ്കിൽ അതിനെ പോലെ കറയുള്ള ആള്, വിദേഹത്തുകാരൻ, ഒരു ഫാസിഖ് വന്ന് പറഞ്ഞാൽ കേട്ടുകൊടുക്കാൻ പറ്റൂല. അവിടെ മറുപടി പറയണം. ഓരോരുത്തരും വ്യക്തിപരമായി പറയണം. അതാണ് സെയ്ദ് ഇബ്നു അർഖം റളിയല്ലാഹുവിന്റെ ശൈലി. ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ എതിർത്തിട്ടൊന്നുമില്ല. പിന്നെയും വരുന്നുണ്ട്, ഒറ്റക്ക് പ്രതികരിച്ചത് വരുന്നുണ്ട്, ഇതേ അബ്ദുല്ലാഹി ഇബ്നു സലൂലിനോടനെ. അപ്പൊ സദസ്സിലുള്ള കുറച്ച് ആൾക്കാരെ അബ്ദുല്ലാഹി ഇബ്നു സലൂലിന്റെ പക്ഷം കൂടി. കുറച്ചങ്ങോട്ട് മുന്നോട്ട് നീങ്ങിയപ്പോഴാണ് സുബ്ഹാനല്ലാഹ് ഈ ആയത്തിറങ്ങുന്നത്. തൊട്ട് താഴെയുള്ള ആയത്തിറങ്ങുന്നത് എന്താണ്? താഴെ പറയുന്ന ആയത്ത്, സവാഉൻ അലൈഹിം അസ്തഗ്ഫർത ലഹും അം ലം തസ്തഗ്ഫിർ ലഹും ലൻ യഗ്ഫിറല്ലാഹു ലഹും ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. നബിയെ, തങ്ങൾ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലിയാലും ചൊല്ലിയിട്ടില്ലെങ്കിലും അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുകയില്ല. കാരണം ഇസ്തിഗ്ഫാറിന് വിളിച്ചിട്ട് വരാത്തവരാണ് അവര്. അള്ളാന്റെ റസൂല് നിങ്ങൾക്ക് പുറത്തു തരും, നിങ്ങൾ വന്ന് പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് വരാത്തവരാണ്. അഹങ്കാരികളായി മുഖം തിരിച്ചവരാണ്. ഇനി അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കൂല. അവര് ഫാസിഖീങ്ങളാണ്. ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. ആ ദുർമാർഗികളായ ആളുകൾക്ക് അള്ളാഹു നേർവഴി കൊടുക്കൂല എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ 2 ആയത്തുകൾ പറഞ്ഞല്ലോ. ആ ആയത്തുകൾ ഈ വിഷയത്തിൽ ഇറങ്ങിയതാണ്. ഹുമുല്ലദീന യഖൂലൂന ലാ തുൻഫിഖൂ അലാ മൻ ഇൻദ റസൂലില്ലാഹി ഹത്താ യൻഫല്ലൂ. 2 വിഷയങ്ങളാണ് അബ്ദുല്ലാഹി ഇബ്നു സലൂൽ അവന്റെ സഭയിൽ പറഞ്ഞത്. ഒന്ന്, ഈ പാവപ്പെട്ട മുഹാജിറുകൾക്കൊന്നും ചെലവ് കൊടുക്കരുത്. ചെലവ് കൊടുക്കാതിരുന്നാൽ അവർ മക്കയിലേക്ക് തന്നെ തിരിച്ചു പോയിക്കോളും.
അൻസാറുകളാണല്ലോ മുഹാജിരീങ്ങളെ സഹായിച്ചത്. അപ്പൊ അവൻ അവന്റെ ആളുകളോട് പറഞ്ഞു, ആ പാവങ്ങൾക്ക് ഇനി ചെലവ് കൊടുക്കരുത്. കാരണം മുഹാജിരീങ്ങളിൽപ്പെട്ട ഒരാളാണ് അബ്ദുല്ലാഹിബ്നു ഉബൈ സലൂലിന്റെ സഖ്യകക്ഷിയായ ആളെ വന്ന് അടിച്ചത്. ആ ദേഷ്യത്തിനാണ് അവൻ പറയുന്നത്, ഈ മുഹാജിരീങ്ങൾ ഒറ്റ നിനത്തിനും ചെലവ് കൊടുക്കാൻ പാടില്ല, പട്ടിണി എങ്ങനെ കിടക്കുന്ന സമയത്ത് ഒരു മക്കത്ത് തന്നെ പോയിക്കോളും. അപ്പൊ പിന്നെ നമ്മൾ മദീനക്കാര് മാത്രല്ലേ ഉണ്ടാവുള്ളൂ. ആ മുനാഫിഖുകൾ പറയുന്നവരാണ്, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലുള്ള ആളുകൾക്ക് ചെലവ് കൊടുക്കരുത്. ചെലവ് കൊടുക്കാതെ അങ്ങനെ നിൽക്കുമ്പോ അവരങ്ങ് പിന്തിരിഞ്ഞു പോകും, നാട് വിട്ട് മക്കയിലേക്ക് തന്നെ അവർ തിരിച്ചു പോകും. അതാണ് ഒരു ഭാഷ. മറ്റൊരു ഭാഷ യഖൂലൂന ലഇൻ റജഅനാ ഇലൽ മദീനതി ലയുഖ്രിജന്നൽ അഅസ്സു മിൻഹൽ അദൽ. മുനാഫിഖുകൾ പറയുന്നുണ്ട്, നബിയേ, മദീനയിലേക്ക് ഞങ്ങൾ മടങ്ങിയെത്തിയാൽ ഞങ്ങളിൽപ്പെട്ട പ്രബല വിഭാഗം, നല്ല അന്തസ്സും യശസ്സുമുള്ളവർ, നല്ല ഗോത്രത്തിൽ ജീവിക്കുന്ന ഉയർന്ന ആളുകൾ, ആ പരമസാധുക്കളായ നിന്യന്മാരായ നബിതങ്ങളെയും സ്വഹാബത്തിനെയും അവിടുന്ന് ആട്ടിപ്പുറത്താക്കും. ആയത്തങ്ങനെ ഇറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് സെയ്ദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, യാ ഗുലാം ഇന്നല്ലാഹ ഖദ് സദ്ദഖക വകദ്ദബൽ മുനാഫിഖീൻ. അല്ലാഹു നിങ്ങളെ സത്യവാനായി അംഗീകരിച്ചിട്ടുണ്ട്, മുനാഫിഖുകൾ കളവ് പറഞ്ഞതാണെന്നും അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അവരെ സ്വകാര്യമാണ് അല്ലാഹു പൊളിച്ചത്. കാരണം സ്വകാര്യത്തിൽ അവർ പറഞ്ഞത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എതിരാണ്. നബി തങ്ങളെയാണ് സ്വകാര്യത്തിൽ വിമർശിച്ചത്. അത് അല്ലാഹുവിന് സഹിക്കൂല. മുത്തുനബി തങ്ങൾ ആരെന്ത് വിമർശിച്ചിട്ടുണ്ടോ അതിനൊക്കെ അല്ലാഹു മറുപടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മുനാഫിഖീങ്ങൾ പറഞ്ഞത് കളവാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയല്ല എന്ന് സെയ്ദേ നിങ്ങളോട് പറഞ്ഞല്ലോ, പ്രശ്നാക്കണ്ട. നിങ്ങൾ നോക്ക്, സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹുവിന്റെ മനസ്സിൽ വന്ന സന്തോഷം. ഞാൻ അങ്ങനെ വന്ന് പറഞ്ഞപ്പോ അബ്ദുല്ലാഹിബ്നു ഉബൈ സലൂൽ പച്ച നുണ പറഞ്ഞപ്പോ കുറച്ച് ആളുകൾ അവിടെ കൂടി, കുറച്ച് ആൾക്കാർ അവനെ പിന്താങ്ങിയപ്പോ അല്ലാഹു തആല അത് തിരുത്തി. അവരങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മദീനയിലേക്ക് മടങ്ങിയെത്തട്ടെ, ഞങ്ങൾ അവിടെയുള്ള പ്രബല വിഭാഗം സാധുക്കളായ ഇവരെ അവിടെ നാട്ടി ഓടിച്ച് പുറത്താക്കും. അല്ലാഹു തആല ആയത്തിറക്കിയപ്പോ സ്വഹാബത്തിന് വലിയ സന്തോഷായി. സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹുവിന്റെ സത്യസന്ധത കൂടുതൽ സ്ഥിരപ്പെട്ടു. മുനാഫിഖുകളുടെ കളവ് കൂടുതൽ പുറത്തു വന്നു. കൂട്ടം കൂടി പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഖത്ത് നോക്കിയിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല നബിയെ, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഈ പറഞ്ഞ കളവാണ്. സത്യം ചെയ്തിട്ട് അവർ പറഞ്ഞില്ലേ, ആ ഖുർആൻ ഇറക്കി തന്ന അല്ലാഹുവാണ് സത്യം, ഞങ്ങളെ പറഞ്ഞിട്ടില്ല. ഇവിടെ ഒരു വിഷയം നമുക്ക് പഠിക്കാനുണ്ട്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അല്ലാഹുവിന്റെ വേറിട്ടൊരു മഹബ്ബത്ത്, അത് ഈ ആയത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു ഭാഷയാണ്. അമ്പിയാക്കളിൽ പലരോടും സമൂഹം വിമർശനങ്ങൾ നടത്തിയിട്ടുണ്ട്. നൂഹ് നബിയെ വിമർശിച്ചിട്ടുണ്ട്. എല്ലാ നബിമാർക്കും വിമർശനങ്ങൾ വന്നിട്ടുണ്ട് ജനങ്ങളെ ഭാഗത്തും. പക്ഷെ ആ വിമർശനങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞത് അതാത് കാലത്തെ നബിമാരാണ്. മറുപടി പറഞ്ഞത് അങ്ങനെയാ. എന്തെല്ലാം വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്, അതിന് അവരാണ് മറുപടി പറഞ്ഞത്. ബഹുമാനപ്പെട്ട ഹൂദ് നബി അലൈഹിസ്സലാമിനെ പറ്റി അവർ പറഞ്ഞു, ഹൂദ് നബിയെ, ഇന്നാ ലനറാക ഫീ സഫാഹ വ ഇന്നാ ലനദുന്നുക മിനൽ കാദിബീൻ. നിങ്ങൾ ബുദ്ധി കുറഞ്ഞ ആളാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു, ഞങ്ങളോട് പറയുന്ന വിഷയങ്ങളൊക്കെ കളവാണെന്നും ഞങ്ങൾ വിചാരിക്കുന്നു. മറുപടി പറയുന്നത് അല്ലാഹു അല്ല, ഹൂദ് നബി അലൈഹിസ്സലാമാണ്. യാ ഖൗമി ലൈസ ബി സഫാഹ, ജനങ്ങളെ, എന്നിലൊരു വിവരക്കേടുമില്ല, ഞാനൊരു പോയത്തവും ഒരു ബുദ്ധിമാന്യമുള്ള കാര്യവും നിങ്ങളോട് പറയുന്നില്ല. വലാകിന്നി റസൂലുൻ മിർ റബ്ബിൽ ആലമീൻ, ഞാൻ അല്ലാഹുവിൽ നിന്നുള്ള റസൂലാണ്, നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ അല്ലാഹു അയച്ച ദൂതനാണ്.
ഓരോ നബിമാരോടും അവരിങ്ങനെ പറഞ്ഞു. ശുഐബ് നബി അലൈഹിസ്സലാമിനോട് അവർ പറഞ്ഞു, മാ നഫ്ഖു കസീറൻ മിമ്മാ തഖൂൽ, നിങ്ങൾ പറയുന്നതിൽ നിന്ന് മിക്കതും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ പറയുന്നതിൽ മിക്കതും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ എറിഞ്ഞു കൊല്ലാനാണ് ഞങ്ങളെ തീരുമാനം. ലൗലാ റഹ്തുക ലറജംനാക വമാ അൻത അലൈനാ ബിഅസീസ്, നിങ്ങളെ ശക്തമായ കുടുംബമില്ലെങ്കിൽ, കുടുംബത്തിന്റെ പിന്തുണയില്ലെങ്കിൽ നിങ്ങൾ എറിഞ്ഞു കൊല്ലുമായിരുന്നു. അപ്പൊ മറുപടി കൊടുക്കുന്നത് ആരാ? ശുഐബ് നബി അലൈഹിസ്സലാം, ജനങ്ങളെ, അർഹതു യഅസ്സു അലൈക്കും മിനല്ലാഹ് വത്തഖതുമൂഹു വറാഅകും ലിഹിരിയാ, റബ്ബാണോ അല്ലാഹുവാണോ എന്റെ കുടുംബത്തെക്കാളും നിങ്ങൾക്ക് ശക്തിയുള്ളവർ? എന്റെ കുടുംബമാണോ നിങ്ങൾക്ക് കൂടുതൽ ശക്തി നൽകുന്നത്? അതിനേക്കാളും ശക്തിയും കഴിവുമുള്ള അല്ലാഹുവില്ലേ? അല്ലാഹുവിനെ എന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? ഞാൻ നിങ്ങളിലേക്ക് വന്ന റസൂലാണ്. അതേ സമയത്ത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആര് വിമർശിച്ചിട്ടുണ്ടോ ഉടനടി അല്ലാഹു മറുപടി കൊടുത്തു. ചിലര് വന്നിട്ട് പറഞ്ഞു, നബി തങ്ങൾ ഖുർആൻ ഓതി ജനങ്ങളെ കേൾപ്പിക്കുമ്പോ ഇതൊരു ജ്യോത്സ്യന്റെ വർത്തമാനമാണ്. ജ്യോതിശാസ്ത്രം പഠിച്ച ഒരാള് ഗണിച്ചു ഗുണിച്ചു പറയുന്ന വർത്തമാനമാണ്. അള്ളാഹു പറഞ്ഞു, വമാ ഹുവ ബിഖൗലി കാഹിൻ, അതൊരു ജ്യോത്സ്യന്റെ വർത്തമാനമല്ല. നബിതങ്ങളല്ല മറുപടി പറയുന്നത്, അള്ളാഹുവാണ്. ജ്യോത്സ്യന്റെ വർത്തമാനമല്ല. നിങ്ങൾ ചിന്തിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ചിലര് പറഞ്ഞു ഒരു കവിയാണ് എന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി. അള്ളാഹു പറഞ്ഞു, വമാ ഹുവ ബിഖൗലി ശാഇർ, അതൊരു കവിയുടെ വർത്തമാനമല്ല. ഖുർആൻ കവിതയാണ് എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, വമാ അല്ലംനാഹു ശിഅറ വമാ യംബഗി ലഹു ഇൻ ഹുവ ഇല്ലാ ദിക്റും വഖുർആനും മുബീൻ. നമ്മൾ ആ മുത്തു നബി തങ്ങൾക്ക് കവിത പഠിപ്പിച്ചിട്ടില്ല, കവിത നബി തങ്ങൾക്ക് പഠിപ്പിച്ചിട്ടില്ല. ഇത് വ്യക്തമായി ജനങ്ങൾക്കുള്ള ഉത്ബോധനമാണ്, അള്ളാഹുവിന്റെ ഖുർആനാണ്. ജനങ്ങളെ കൂട്ടത്തിൽ വലിയ പ്രാഗൽഭ്യവും വാചാലതയുമുള്ള വലീദ് ഇബ്നു മുഗീറ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കടുത്ത ഭാഷയിൽ വിമർശിച്ചു. അപ്പൊ അല്ലാഹു തആല കടുത്ത ഭാഷയിൽ പ്രതികരിച്ചു. അങ്ങനെയാണ് മഹബത്ത്. എങ്ങനെയാണോ വിമർശനം, അതിന്റെ കട്ടിയിലാണ് പ്രതികരണം. അപ്പോഴാ മഹബത്താകുള്ളൂ. അബൂലഹബ് പറഞ്ഞ ഒരു തബ്ബല്ലേ, അല്ലാഹു തആല എത്ര തബ്ബ പറഞ്ഞു? 2 എണ്ണം. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. അബൂലഹബ് പറഞ്ഞ ഒരു തബ്ബ, മറുപടിയായിട്ട് അല്ലാഹു കൊടുത്ത 2 തബ്ബാണ്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, അബൂലഹബിന്റെ ശരീരം നശിച്ചിരിക്കുന്നു, നശിക്കട്ടെ. 2 തബ്ബ പറഞ്ഞു. കാരണം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാൻ പറ്റിയൊരു ഭാഷയല്ല. തിരുത്തി അങ്ങനെ പറയരുത്, അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ തന്നെ മറുപടി പറയും. വലീദ് ഇബ്നു മുഗീറ ജനങ്ങൾക്കിടയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി ആരും പറയാത്തൊരാക്ഷേപം പറഞ്ഞു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മജ്നൂനാണ് എന്നൊരു ഭാഷ. അത് കുറച്ച് കടുപ്പമേറിയ വിമർശനമാണ്. ഷാഇർ എന്ന് പറയും പോലെയോ കാഹിൻ എന്ന് പറയും പോലെയോ അല്ല, സാഹിർ എന്ന് പറയും പോലെ ഒന്നുമല്ല, അതിനൊക്കെ മേലെയാണ്. മജ്നൂൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത ആളെന്നല്ലേ. ഭ്രാന്തൻ എന്ന് പറഞ്ഞാൽ അവന്റെ ബുദ്ധിക്ക് സ്ഥിരതയില്ലാന്നല്ലേ. ആ വർത്തമാനം പറഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല 1ന് 10 എന്ന രീതിയിലാണ് അല്ലാഹു മറുപടി പറഞ്ഞത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ വഇന്ന ലക ലഅജ്റൻ ഗൈറ മംനൂൻ വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. വൽ ഖലമി, പേന തന്നെയാണ് സത്യം. വമാ യസ്തുറൂൻ, ആ പേനകൾക്ക് വരിയായി വരുന്ന പേജുകളെ തന്നെയാണ് സത്യം. എല്ലാ കാലത്തും ഈ 2 സത്യസാക്ഷ്യങ്ങൾ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. എത്ര പുരോഗതി ഉണ്ടായാലും സഹോദരങ്ങളെ, കമ്പ്യൂട്ടറിലും ഉണ്ടൊരു പേന, മൊബൈലിലും ഉണ്ടൊരു പേന. കലം എന്ന് പറഞ്ഞാൽ വരക്കുന്ന സാധനം എന്നാണ്. അതിന് പിന്നാലെ വരിയായി സൃഷ്ടിക്കുന്ന പേജുകളുമുണ്ട്. പേനയും പേജുകളും അത് മനുഷ്യർ ജീവിക്കുന്ന കാലത്തോളം നിലനിൽക്കുന്ന 2 സത്യങ്ങളാണ്. അതിനെ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു പറഞ്ഞു, മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ,
റബ്ബ് ചെയ്ത നിഅമത്ത് കൊണ്ട് പറയട്ടെ നബിയെ, അല്ല ചെയ്ത അനുഗ്രഹം കൊണ്ട് അവിടുന്ന് മജ്നൂനല്ല. ആദ്യം അല്ലാഹു തിരുത്തി. അങ്ങനെ ഒരു ആക്ഷേപം തങ്ങളെ പറ്റി പറഞ്ഞതിന് അറ്റമില്ലാത്ത കൂലി അല്ലാഹു തങ്ങൾക്ക് തരുന്നുണ്ട്. കാരണം വല്ലാത്ത ക്ഷമയാണ് തങ്ങൾ ക്ഷമിച്ചത്. മുൻഗാമികൾ ഒറ്റയടിക്ക് മറുപടി പറഞ്ഞതുപോലെ തങ്ങൾ പറഞ്ഞില്ലല്ലോ, ഒരാളെയും എതിർത്തില്ലല്ലോ. എന്റെ ഭാഗം തങ്ങൾ കാത്തു നിന്നില്ലേ നബിയെ? ആര് തങ്ങളെ ആക്ഷേപിച്ചാലും തങ്ങളെ നാവ് കൊണ്ട് തങ്ങൾ മറുപടി പറഞ്ഞില്ലല്ലോ. അറ്റമില്ലാത്ത പ്രതിഫലം തങ്ങൾക്കുണ്ട്. പിന്നെ തങ്ങൾ ആരാണ്? ഏറ്റവും ഉദാത്തമായ സ്വഭാവത്തിന്റെ ഉടമയാണ്. അങ്ങയുടെ സ്വഭാവത്തെ മറികടക്കുന്ന ഒരു സ്വഭാവം ലോകത്തൊരു സൃഷ്ടിക്കുമില്ല. അത് പഠിപ്പിക്കാനാണ് അല എന്ന വാക്കിട്ടുകൊണ്ട് അള്ളാഹു പഠിപ്പിച്ചത്. ഏറ്റവും മഹത്തായ സ്വഭാവം തങ്ങൾക്കാണ്. അതിനെ മറികടക്കുന്ന ഒരു സ്വഭാവം ലോകത്തൊരു സൃഷ്ടിക്കുമില്ല. ഈ മഹത്വങ്ങളൊക്കെ മറുപടിയായി പറഞ്ഞിട്ട് പിന്നെ അല്ലാഹു തആല ചെയ്തെന്താ നിങ്ങൾ? ആ പറഞ്ഞ ആളങ്ങോട്ട് പോസ്റ്റ്മോർട്ടം ചെയ്തു. നോക്കണം, അല്ലാഹു തആലാന്റെ മഹബത്ത് എങ്ങനെയാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ സ്ഥാനമാനങ്ങൾ മാത്രം പറഞ്ഞു നിർത്തിയില്ല. ഒന്നാമതായി പറഞ്ഞു ഫലാ തുതിഇൽ മുകദ്ദിബീൻ, കള്ളം പറയുന്ന ആളുകൾക്ക് തങ്ങൾ അനുസരിച്ചു കൊടുക്കരുത്. ഒന്നാമത്തെ ലെവലാണ്. ആ പറഞ്ഞ മജ്നൂൻ എന്ന വാക്ക് കളവാണ്. അവൻ ആ ചങ്ങാതിയും കള്ളം പറയുന്നവനാണ്. പിന്നെ തുടർന്ന് അല്ലാഹു പറയുന്നു വലാ തുതി കുല്ല ഹല്ലാഫിൻ മഹീൻ ഹമ്മാസിൻ മശാഇൻ ബിനമീം മന്നാഇൻ ലിൽ ഖൈരി മുഅ്തദിൻ നസീം ഉതുല്ലിൻ ബഅദ ദാലിക സനീം. അവന്റെ 10 ദുർഗുണങ്ങളുണ്ട് എണ്ണി പറഞ്ഞു അല്ലാഹു തആല. ഒന്ന് കളവ്, രണ്ടാമത് പറഞ്ഞു വലാ തുതി കുല്ല ഹല്ലാഫിൻ, പെരും സത്യം ചെയ്യുന്ന ആൾക്കാരുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അനങ്ങിയ സത്യം ചെയ്യും. അവർക്കും വഴിപ്പെട്ടു പോകരുത്. കാരണം ആ സത്യത്തിന്റെ പിന്നിൽ വലിയ ചതി ഉണ്ടാവും. മഹീൻ, അവൻ അപമാനിതനാണ്. അപമാനം തീരെയില്ലാത്ത എളിഭ്യനാണ്, നിന്ദ്യനാണ്, നിസാരനാണ്. ഹമ്മാസിൻ, പരിഹസിക്കുന്നവനാണ്. അവനെക്കാളും ആരെങ്കിലും അറേബ്യൻ ലോകത്ത് വലുതാകാൻ നോക്കിയാൽ ഉടനെ പരിഹസിക്കും. വലീദിന്റെ സ്വഭാവം അങ്ങനെയാണ്. കാരണം അവന് വലിയ വാചാലനാണ്. അവന്റെ പ്രസംഗം കേൾക്കാൻ തന്നെ ആയിരക്കണക്കിന് 10,000-കണക്കിന് അറബികൾ ഒരുമിച്ച് വിടും. നല്ല സാഹിത്യം തുളുമ്പുന്ന ഭാഷയാണ്. പക്ഷെ അവന്റെ മേലെങ്ങാനും ആരെങ്കിലും പറക്കാൻ നോക്കിയാൽ പരിഹസിച്ച് താഴോട്ടിടും. പിന്നെ അടുത്ത സ്വഭാവം എന്താ? മശാഇൻ ബിനമീം, എപ്പോഴും അതന്നെ നമീമത്തുമായിട്ട് ഇങ്ങനെ നടക്കുക. ഭക്ഷണം കഴിക്കുമ്പോഴും നമീമത്ത്, ചായ കുടിക്കുമ്പോഴും നമീമത്ത്, കല്യാണപ്പുരയിൽ നമീമത്ത്. എവിടെ അവൻ കൂടുന്നുണ്ടോ, വലത്തും അടുത്തും ആളുണ്ടോ, നമീമത്താ പരിപാടി. അവന്റെ സ്വഭാവമാണത്. അടുത്ത സ്വഭാവം എന്താണ്? മന്നാഇൻ ലിൽ ഖൈർ, നന്മക്ക് വിലങ്ങുതടിയായി. ആർക്കും ഒരു ഖൈറും കിട്ടാൻ പാടില്ല. ഒരു നന്മയും ഒരാൾക്ക് മുടക്കും. ഒരാൾക്ക് എന്തെങ്കിലും ഒരു ഖൈർ കിട്ടിയാൽ അത് മുടക്കും. മന്നാഇൻ ലിൽ ഖൈർ, ആർക്കെങ്കിലും ഒരു ഐശ്വര്യം കിട്ടിയാൽ അതിനള്ളി വെക്കും. ആർക്കെങ്കിലും ഒരു സ്ഥാനം കിട്ടിയാൽ അത് തടയും. ഏതെങ്കിലും ഒരു ഉപകാരം ഒരാൾക്ക് വന്നെത്തിയാൽ അതില്ലാതെയാക്കും. മുഅ്തദിൻ, പരാക്രമിയാണ്. എപ്പോഴും കടന്ന് സംസാരിക്കുന്ന ആളാണ്. ആരോട് സംസാരിക്കുമ്പോഴും അവന്റെ വർത്തമാനം മറ്റുള്ളവരെ പരിക്കേൽപ്പിക്കും. അസീം, ധാരാളം കുറ്റം ചെയ്ത കുറ്റവാളിയാണ്. എന്നിട്ട് അല്ലാഹു തആല ഇതൊന്നും പറഞ്ഞാലൊക്കെ സ്വഭാവങ്ങളല്ലേ? അവന്റെ ശരീരം തിരിയണ്ടേ? ഈ പറഞ്ഞ ഒരാളെ കോലം തിരിയണ്ടേ? നോക്ക് നിങ്ങൾ, അല്ലാഹു ചെയ്ത് 9-ാമത്തെ അല്ലാഹു പറഞ്ഞു ഉതുല്ലിൻ, ഓനൊരു കൊടവേറനാണ് എന്ന് പറഞ്ഞു. കാരണം ബാക്കിയുള്ള സ്വഭാവങ്ങളും നോക്കിയാൽ ചിലപ്പോ കാണൂല, എല്ലാവർക്കും ഒരുപോലെ തിരിയില്ല. പക്ഷെ ഇതെല്ലാവർക്കും അറിയാം. ഓന്റെ പള്ളങ്ങനെ ചാടിയിട്ട് ബേക്കോട്ട് എങ്ങനെയാണോ നടക്കല്. പള്ളന്റെ കനം കൊണ്ട് ശരിക്കും നടക്കാൻ കഴിയൂല. അതുകൊണ്ട് ഓന്റെ ആ കൊടവേറിനെ പറ്റി അല്ല പറഞ്ഞു തുല്ലിൻ, നീ ആളെ തിരിഞ്ഞില്ല എന്ന് പറയണ്ട. നിങ്ങളെ കൂട്ടത്തില് കൊടവേറിട്ട് നടക്കുന്ന ഒരാളില്ലേ, അയാളാണ് ഈ പറഞ്ഞത്. 10-ാമത്തത് ബഅദ ദാലിക സനീം, ഇതിനൊക്കെ പുറമെ അവൻ ജാരസന്തതിയാണ് എന്ന് അല്ലാഹു പറഞ്ഞു. കണ്ടങ്ങള് അള്ളാഹുവിന്റെ മഹബത്ത് കണ്ടോ? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കല്ല് വെച്ച നുണ പറഞ്ഞാൽ
മനുഷ്യരാരും അംഗീകരിക്കാത്തൊരു നുണ പറഞ്ഞാൽ അവന്റെ രഹസ്യം അല്ലാഹ് പോസ്റ്റ്മോർട്ടം ചെയ്തു. സൃഷ്ടികളുടെ കൂട്ടത്തിൽ അല്ലാഹു തആലക്ക് ഏറ്റവും മഹബത്തുള്ളത് ജിബ്രീലിനോടല്ല, മീകായിലിനോടല്ല, ഇസ്രാഫീലിനോടല്ല, ലോകത്തിന്റെ നേതാവായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ്. അക്രമുൽ ഖൽഖാണ് അവിടുന്ന്. അല്ലാഹു ഇത്ര ആദരവ് നൽകിയ ഒരു സൃഷ്ടി ലോകത്ത് വേറെയില്ല. ഇത്ര അല്ലാഹു ആദരിച്ചത് ആരാളുള്ളത്? നിങ്ങൾ നോക്കി, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ജീവിതം കൊണ്ട് അല്ലാഹു സത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരേ ഒരാളെ ജീവിതം കൊണ്ടുള്ളൂ. 1000 വർഷം ജീവിച്ച ആദം നബിന്റെ ജീവിതം കൊണ്ടല്ല, 1175 കൊല്ലം ജീവിച്ച ഷെയ്ഖുൽ അംബിയാ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതം കൊണ്ടല്ല, 200 കൊല്ലം ജീവിച്ച ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ജീവിതം കൊണ്ടല്ല, കുറഞ്ഞ കാലം ജീവിച്ച ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹയാത്ത് കൊണ്ട് അല്ലാഹ് സത്യം ചെയ്തു. ലഅംറുക, നബിയെ അങ്ങയുടെ ആയുഷ്കാലം തന്നെയാണ് സത്യം. ഇന്നഹും ലഫീ സക്രതിഹിം യഅമഹൂൻ. മനുഷ്യരുടെ കൂട്ടത്തിൽ ഒരാളുടെ ജീവിതം മാത്രമേ അല്ലാഹു സത്യം ചെയ്ത് പറഞ്ഞിട്ടുള്ളൂ. എന്നാ അതിന്റെ അർത്ഥം എന്നറിയോ നിങ്ങൾ? ആ ജീവിതത്തിന്റെ മുഴുവൻ കാലങ്ങളും പരിശുദ്ധമാണ്. വിവരദോഷികൾ പഠിപ്പിക്കും പോലെ 40ന്റെ ശേഷം മഹത്വം കൊണ്ടിങ്ങനെ ഇറങ്ങിയാണെന്നല്ല. അങ്ങനെയല്ല മനസ്സിലാക്കണം. അങ്ങനെ അന്നങ്ങനെ പറയോ ജീവിതകാലം എന്ന് പറഞ്ഞാൽ 40ന്റെ ശേഷം അല്ലല്ല, 63 വർഷം മൊത്തം. ലഅംറുക, അങ്ങയുടെ ആയുഷ്കാലം തന്നെയാണ് സത്യം. ആയുഷ്കാലം 63 വർഷമാണ്. ആ 63 വർഷവും പരിശുദ്ധിയാണ്, 63 വർഷവും അതുല്യമാണ്, 63 വർഷവും അസാധാരണത്വം നിറഞ്ഞതാണ്. മുഴുവനും ഒരൊറ്റ ഭാഗത്ത് പോലും സാധാരണ ഒരു സ്വഭാവം ഉണ്ടായിട്ടില്ല. അന്നത്തെ മക്കയിലെ കുട്ടികളെ സ്വഭാവേ പൂർണ്ണ ഡ്രസ് ഇടാതെ നടക്കലേ ഇന്നത്തെ കുട്ടികളെ പോലെ എന്ന് പറയുവാണെങ്കിൽ. ഇന്നത്തെ ഏത് കുട്ടികളെ? ഇന്നത്തെ ഇങ്ങനെ പറയാൻ ഇന്നത്തെ കുറച്ച് അനുകരിക്കുന്ന കുറച്ച് കുട്ടികളില്ലേ, ആണും പെണ്ണും ചെറിയ ട്രൗസറൊക്കെ ഇട്ട് നടക്കുന്ന അതേ സ്വഭാവം അത്രയും ഉണ്ടായിരുന്നില്ല അന്നത്തെ കുട്ടികൾക്ക്. അന്നൊരു പൂർണ്ണ വസ്ത്രം ധരിച്ച് നടക്കുന്ന കുട്ടിയാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ഔറത്തല്ല, ശരീരത്തിന്റെ ഭാഗങ്ങൾ പോലും മറ്റുള്ള ആളുകൾ ദർശിച്ചിട്ടില്ല. കൂടുതൽ കാലം തങ്ങൾ ജീവിച്ചത് അബൂ ത്വാലിബിന്റെ സംരക്ഷണത്തിലാണ്. അബൂ ത്വാലിബ് പറയുന്നുണ്ട്, ഡ്രസ് അയച്ചു വെക്കുമ്പോ ഞാനിങ്ങനെ നോക്കിയാൽ എന്നോട് പറയും, ഈ സുരിഫ് ബസ്വറക അന്നീ, കണ്ണൊന്ന് അങ്ങോട്ട് തിരിക്കുന്നു പറയുന്നു. എന്നറിയോ, കുട്ടിക്കാലത്ത് 8ാമത്തെ വയസ്സിൽ. അങ്ങനെ ആരാ പറയാ? നമ്മളെ കുട്ടികൾ ആരെയും പറയോ? അന്ന് മക്കയിൽ ഏതെങ്കിലും കുട്ടി ഉണ്ടോ അങ്ങനെ പറയുന്നത്? ഷർട്ട് അയച്ചിട്ട് ഡ്രസ് അയച്ചിട്ട് അടുത്ത ഡ്രസ് വേറെ ചേഞ്ച് ചെയ്യാൻ നോക്കുമ്പോ ശരീരത്തിലേക്ക് അബൂ ത്വാലിബ് സ്വന്തം മൂത്താപ്പയാണ്. കുട്ടിക്കാലത്ത് തങ്ങളിലേക്കൊന്ന് നോക്കുമ്പോ തങ്ങളെ വാക്ക് ഇസ്രിഫ് ബസറക അന്നീ, ഒന്ന് അങ്ങോട്ട് തിരിക്ക് കണ്ണ്. എന്താണ് ആ പരിശുദ്ധി? അതുകൊണ്ട് ആരും ധരിച്ചു പോകണ്ട, വിശ്വാസക്കുറവ് വേണ്ട ആർക്കും. 40 ആയപ്പോ അല്ലാഹു തആല ഒരു സ്ഥാനം കൊണ്ട് കൊടുത്തു. പിന്നെ നബിതങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി, ഞാൻ അല്ലാഹുവിന്റെ റസൂലാന്ന് പറഞ്ഞ് വരുന്ന അങ്ങനെ വിളിച്ചതല്ല. കുട്ടിക്കാലം മുതൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ റിസാലത്തിന്റെ തെളിവുണ്ട്. അതുകൊണ്ടാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, തങ്ങൾ തൊട്ടിലിൽ കിടക്കുമ്പോൾ അള്ളാഹുവിന്റെ നബിയാണെന്നതിന് ദൃഷ്ടാന്തം ഞാൻ കണ്ടിട്ടുണ്ട്. അബ്ബാസ് എന്നവർ ഇസ്ലാമിലേക്ക് വരുന്നത് ബദർ യുദ്ധാനന്തരമാണ്. ഹിജ്റയുടെ 2ാം വർഷമാണ്. അതുവരെ പൂർണ്ണ സഹകരണമുണ്ട്, സഹായമുണ്ട്, കലിമ ചൊല്ലി പറഞ്ഞിട്ടില്ല. അബ്ബാസ് എന്നവർ പറയുന്നു, തൊട്ടിലിൽ കടക്കുന്ന സമയത്ത് തങ്ങൾ അല്ലാഹുവിന്റെ നബിയാണെന്നതിന് തെളിവ് ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണ് അബ്ബാസേ നിങ്ങൾ കണ്ട തെളിവ്? നബിയെ, തൊട്ടിലിൽ കടക്കുമ്പോ മുകളിൽ കാണുന്ന ചന്ദ്രനെ നോക്കിയിട്ട് തങ്ങൾ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കയ്യിന്റെ വിരലിങ്ങനെ ഉയർത്തിയിട്ട് വലത്തോട്ടും ഇടത്തോട്ടും ഇങ്ങനെ ആക്കുമ്പോ തങ്ങളുടെ വിരലനക്കത്തിന്റെ ഭാഗത്തേക്ക് ചന്ദ്രൻ മാറി മറിയുന്നത് തൊട്ടിലിൽ വെച്ച് തങ്ങൾ കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നബിയേ എന്ന് അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ശരിയാണ്, ഞാൻ എന്തെങ്കിലും ഒന്ന് കരച്ചിൽ തുടങ്ങുന്ന നേരത്ത് ഖമർ എന്നോട് സംസാരിക്കുന്നു.
ഞാൻ അതിനോടും സംവദിക്കുന്നു. അത് അർശിന്റെ ചുവട്ടിൽ പോയി അസ്തമിക്കുന്ന സമയത്ത് അതിന്റെ തസ്ബീഹ് തൊട്ടിലിൽ വെച്ച് ഞാൻ കേട്ടിരുന്നു. ഖാല റസൂലുള്ളാഹി. കുട്ടിക്കാലത്താണത്, തൊട്ടിലിൽ കിടക്കുന്ന സമയത്താണത്. ഇങ്ങനെ അങ്ങോട്ട് എണ്ണിയാൽ അസാധാരണത്വത്തിന്റെ അടയാളങ്ങളും സന്ദേശങ്ങളും രൂപങ്ങളും സ്വഭാവങ്ങളും എല്ലാ ടൈമിലും അങ്ങനെയാണ്. ഒരു സാധാരണ രീതി പോലും ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ടല്ലേ അബൂ ത്വാലിബ് പറഞ്ഞത്, അബ്ബാസ് എന്നവരെ വിളിച്ചിട്ട് പറഞ്ഞത്, ഒരു സാധാ കുട്ടിയൊന്നുമല്ല, ഞാൻ എന്റെ മക്കളെയൊക്കെ അടുത്ത് കിടത്തിയിട്ടുണ്ട്. പക്ഷേ 8ാമത്തെ വയസ്സിൽ എന്റെ സ്വന്തം സഹോദരന്റെ മകനെ എന്റെ കട്ടിലൊന്ന് കിടക്കാൻ വേണ്ടി ഞാൻ വിളിച്ചപ്പോ പറഞ്ഞത് എനിക്കതിന് പറ്റൂല. എന്നുണ്ട് നമ്മളോട് തങ്ങൾ 40-ന് ശേഷം പഠിപ്പിച്ചു, മക്കൾക്ക് 7 വയസ്സ് പ്രായമായാൽ മാറ്റിക്കിടത്തണം, ബാപ്പാന്റെ ഉമ്മാന്റെ അടുത്ത് മാറ്റിക്കിടത്തണം. അതൊരു വർഗീയതയും വിദ്വേഷമൊന്നുമല്ല, അവർക്ക് പക്വത വരുന്ന പ്രായമാണ്. പിന്നെ പക്വമതികളായി വളർത്താനുള്ള പ്രാക്ടീസാണ് കൊടുക്കേണ്ടത്. എന്റെ കുട്ടി 40 വയസ്സായാലും എന്റെ കൂടെ തന്നെ കിടക്കണമെന്ന് വാപ്പയും സ്റ്റാർട്ടിങ് പിടിക്കാൻ പാടില്ല, അത് തെറ്റാ. ഇപ്പത്തെ കാലത്ത് അതിന് തെളിവ് കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. വർത്തമാന കാലത്ത് അതിന് തെളിവ് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. 7ാമത്തെ വയസ്സിൽ അങ്ങനെ മാറ്റിക്കിടത്തണമെന്ന് നമ്മളോട് പറയുമ്പോ ഏതെങ്കിലും ഒരാള് ചോദിക്കൂലേ മുത്തുനബി തങ്ങൾ എങ്ങനെയായിരുന്നു? അതിനാണ് അബൂ ത്വാലിബ് ചരിത്രം വിശദീകരിക്കുന്നത്. ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നത്, ഞാൻ എന്റെ അടുത്ത് കിടക്കാൻ നിർബന്ധം പറഞ്ഞിട്ടും കുട്ടിക്കാലത്ത് എന്നോട് പറയുന്നു എനിക്കതിന് സാധിക്കൂല. അങ്ങനെ ഞാൻ ഒരു ദിവസം ശാഠ്യം പിടിച്ചു. അബൂ ത്വാലിബ് പറയാം, അങ്ങനെ എന്റെ നിർബന്ധത്തിന് വഴങ്ങി കിടക്കാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ തൊട്ടടുത്ത് കട്ടിൽ കടന്നു നോക്കുമ്പോ അതിനേക്കാളും വലിയ അത്ഭുതം, ഒരേ കട്ടിലാണ്. കിടന്നു നോക്കുമ്പോ ഞാൻ എന്റെ കൈയൊന്ന് തങ്ങൾ അടുത്തേക്കൊന്ന് നീട്ടിയിട്ട് ഒന്ന് അണച്ചുകൂട്ടി, വാത്സല്യം കൊണ്ട് സ്നേഹം കൊണ്ട് ഒന്ന് അണച്ചു ചേർത്ത് വെക്കാൻ വേണ്ടി നോക്കുമ്പോ ബൈനീ വ ബൈനഹു ഹിജാബ്, എനിക്കും ആ കുട്ടിക്കും ഇടയിലൊരു മറയുണ്ട്, തൊട്ടിട്ട് എത്തണില്ല. എങ്ങനെയുണ്ട്? ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറിൽ രേഖപ്പെടുത്തിയ ഹദീസാ ഞാൻ ഈ പറയുന്നത്. എനിക്കും ആ കുട്ടിക്കും ഇടയിൽ ഒരു മറയുണ്ട്, തൊട്ടിട്ട് എത്തുന്നില്ല. അബൂ ത്വാലിബ് പറയാണ്, ഇത് വല്ലാത്തൊരു വിസ്മയാണ്. അബ്ബാസ് എന്നവരെ വിളിച്ചു പറയാണ്, ഇതൊരു സാധാരണ കുട്ടിയല്ലോ, കുട്ടിക്കാലത്ത് ഞാൻ അനുഭവിച്ച അനുഭവങ്ങളാണ്. ഞാൻ ഒന്ന് കണ്ണിങ്ങനെ ചിമ്മി തുറന്നു നോക്കുമ്പോ പിന്നെ ആ കട്ടില് കാണുന്നില്ല. ഞാൻ ചോദിച്ചു, മോനെ എവിടെ? ഞാൻ സാധാരണ കിടക്കുന്നിടത്തുണ്ട് എന്ന് പറഞ്ഞു. ആ കട്ടിലിന്റെ തൊട്ടിപ്പുറത്തായിട്ട് തൊട്ടടുത്ത് കുറച്ചിങ്ങോട്ട് അകലെയായിട്ടാണ് അബൂ ത്വാലിബിന്റെ കട്ടില്. അവിടെയാണ് അബൂ ത്വാലിബ് കിടക്കാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന ശേഷം തങ്ങളെ തൊട്ടടുത്ത് കിടക്കും. പക്ഷെ അബൂ ത്വാലിബിന്റെ ഒരേ കട്ടിലിൽ കുട്ടിക്കാലത്ത് കിടക്കാൻ വിളിച്ചിട്ട് വരാതെ എനിക്ക് അപ്പുറത്ത് തന്നെ കിടക്കണം എന്ന് പറയുമ്പോ എന്താണ് ആ റുഷ്ദ്, എന്താണ് ആ പക്വത, എന്താണ് ആ അസാധാരണത്വം? അതുകൊണ്ടാണ് നമ്മളൊക്കെ മൗലിദിൽ ചൊല്ലിയത്, ഔകാന ഇബ്രാഹീമു ഉഅ്തിയ റുഷ്ദഹു തല്ലാഹി ദൽ മൗലൂദു മിൻഹു അർഷദു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഒരു പക്വത നൽകിയ വിഷയത്തെ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് ഖുർആനിൽ. എന്നാൽ ഈ കുട്ടിയോ അതിനേക്കാളും വലിയ പക്വമതിയാണ്. കുട്ടിക്കാലം മുതൽക്ക് എല്ലാ രംഗങ്ങളിലും അങ്ങനെയാണ്. അതുകൊണ്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിമർശിച്ചാൽ അല്ലാഹു അത് പൊറുക്കൂല, അല്ലാഹു അത് സഹിക്കൂല. ബഅദ ദാലിക സനീം, ഈ പറഞ്ഞ വിശേഷങ്ങൾക്ക് ശേഷം അവനൊരു ജാരസന്താനമാണ്. ആ ആയത്തങ്ങോട്ട് കേട്ടപ്പോ വലീദ് ഇബ്നു മുഗീറ വാളെടുത്തു. ആ വാള് വിഷത്തിലൂട്ടിയ വാള് ഉറയിൽ വെച്ച് നേരെ ചെന്നു സ്വന്തം മാതാവിന്റെ മുന്നിലേക്ക്. മാതാവിന്റെ മുന്നിൽ പോയിട്ട് ഉറയിൽ നിന്ന് വാളൂരിയിട്ട് വലീദ് പറഞ്ഞു, എന്നെങ്ങൾക്കറിയാലോ, ഒരു വിഷയം ഞാൻ പറഞ്ഞാൽ ഞാൻ നടപ്പിലാക്കും. എന്നെ പറ്റി ഇങ്ങനെ ആയത്തുകൾ ഓതുന്നുണ്ട്, ആ ആയത്തുകളിൽ പറഞ്ഞ 9 എണ്ണവും ശരിയാണ്. ഞാൻ അങ്ങനെ തന്നെയാണ്. തർക്കല്ലതിന്. അതാരാ ഓതിക്കൊടുക്കുന്നതെന്നറിയോ? അൽ അമീൻ, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അമീനാണ് ഓതിക്കൊടുക്കുന്നത്. അതിലൊരൊറ്റ വാക്കും പൊടിവാക്കില്ല, ഒക്കെ ശരിയാണ്. പക്ഷെ 10ാമത്തേനെ പറ്റി എനിക്കറിയണം.
അത് എനിക്കറിയുന്ന കാര്യമില്ല, നിങ്ങളാ പറയണ്ടേ. 10ാമത് എന്നെ പറ്റി പറഞ്ഞു ബാദദാലിക സനീം, ഇതിനൊക്കെ പുറമെ അവനൊരു ജാരസന്താനമാണ്. അത് ശരിയാണോ ഉമ്മ? ഉമ്മ ഇങ്ങനെ കുറച്ചു നേരം തല താഴ്ത്തി. അപ്പൊ വാളിന്റെ കുനിപ്പോണ്ട് ഇങ്ങനെ തലയെ തൊട്ടിട്ട് പറഞ്ഞു, വേഗം പറയണോ, താമസിക്കാൻ നേരമില്ല, തല കൊണ്ട് വെട്ടി മാറ്റും ഞാൻ. അപ്പൊ പേടിച്ച് വരച്ചിട്ട് ഉമ്മ പറഞ്ഞു, മോനെ ഒന്നും ചെയ്യല്ല, ഞാനൊന്ന് ശ്വാസം നേർക്ക് പിടിക്കട്ടെ, കാരണം ഈ വാളെ കൂടി കണ്ട്, അതാണെങ്കിൽ വിഷത്തിലൂട്ടിയ വാളും ഫുള്ള് വെട്ടേണ്ട ആവശ്യമല്ല, ഒന്ന് ചെറിയ കീറൽ കീറിയാൽ മതി, വിഷം കയറി ആള് പണിയാവും. അതിനാ വിഷത്തിലൂട്ടുന്നത്, തല വെട്ടാതിനാ വിഷത്തിലൂട്ടേണ്ട ആവശ്യം. വിഷത്തിലൂട്ടുന്ന ശരീരത്തിന്റെ എവിടെങ്കിലും ഒന്നിങ്ങനെ ഒരു വര വരച്ചിട്ട് ഈ വിഷത്തിലേക്ക് തട്ടിയാൽ മതി, ആള് കാലിയാവും, കുറെ വെട്ടൊന്നും വേണ്ട. അതുകൊണ്ട് മോനെ ഞാനൊന്ന് പറയട്ടെ, ഒന്ന് സ്വസ്ഥായിട്ട്. ആ പറഞ്ഞോളി പറഞ്ഞു. നിന്റെ ഈ വാപ്പല്ലേ, വാപ്പന്ന ഹയാത്തിലുണ്ട്, ഈ വാപ്പന്റെ കൂടെ കുറെ കാലം ജീവിച്ചു, ഫലമൊന്നും ഉണ്ടായില്ല. എനിക്ക് കുട്ടികളൊന്നും ഉണ്ടായില്ല. അങ്ങനെ ജീവിക്കുമ്പോഴാണ് നിന്റെ വാപ്പാന്റെ സഹോദരൻ ഉണ്ടല്ലോ, സഹോദരന്റെ പേരൊക്കെ ഉണ്ട്, അന്നിപ്പോ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ആ സഹോദരന്റെ മക്കള് അവര് ഒരുമിച്ചിരുന്ന ഒരു സ്ഥലത്തുനിന്ന് വർത്തമാനം പറയുന്നത് ഞാൻ കേട്ടു. ഉമ്മ പറയാണ്, എന്താ വർത്തമാനം എന്നറിയോ? നമ്മളെ മൂത്താപ്പാക്ക് മക്കളൊന്നുമില്ല, അതുകൊണ്ട് മരിച്ചാൽ ആ സ്വത്ത് നമ്മളെ വാപ്പക്ക് വരും, അത് പിന്നെ നമ്മക്കും അല്ലേ. വാപ്പക്ക് സഹോദരന് സ്വത്ത് കിട്ടുമല്ലോ, അങ്ങനെ മക്കളില്ലാത്തത് കൊണ്ട്. പിന്നെ ആകെ അവിടെ ഉള്ളത് ആരാ? മൂത്താപ്പാന്റെ ഭാര്യ മാത്രമല്ല, ഭാര്യന്റെ കഴിഞ്ഞാൽ പിന്നെ സഹോദരങ്ങൾ കിട്ടും. അപ്പൊ നമുക്കതിൽ നല്ല പങ്ക് കിട്ടും ഭാവിയിൽ എന്ന് നിന്റെ വാപ്പാന്റെ സഹോദരന്റെ മക്കൾ ഇങ്ങനെ സംസാരിച്ചപ്പോ എന്റെ മനസ്സിൽ എന്റെ സ്വത്ത് വിഹിതം വെച്ചു പോകുന്ന എനിക്ക് ചിന്തിക്കാൻ കഴിയാത്ത വിഷയമായി. എനിക്ക് കിട്ടേണ്ട, എന്റെ മക്കൾക്ക് കിട്ടേണ്ട ഒരു സ്വത്താണല്ലോ വിഹിതം വെച്ച് പോകുന്നത്, അത് ശരിയാകൂലെന്ന് കണ്ട് ഞാൻ അന്നൊരു തീരുമാനം എടുത്തു. കുട്ടിക്കാലത്ത് വീട്ടില് നിന്നെയും തോളിലിട്ട് നടന്ന് നിന്നെ ഇങ്ങനെ താലോലിച്ചിരുന്ന ഒരു ആട്ടിടയനില്ലേ, ആ ആട്ടിടയനുമായി ഞാൻ അങ്ങ് ബന്ധപ്പെട്ടു, അതിൽ ജനിച്ച കുട്ടിയാണെന്ന്. പക്ഷെ പറയുന്നതെല്ലാരും വലീദ് ഇബ്നു മുഗീറ എന്നാണ്, അത് നോക്കണ്ട. ഇപ്പറയുന്ന മുഗീറത്തിന്റെ മോനല്ല നീ. നിങ്ങൾ നോക്ക്, ജനങ്ങളാ വിളിക്കുന്ന പേര് സത്യമല്ലെന്ന് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുത്താനുള്ള കാരണം കടുത്ത ഭാഷയിലാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവൻ പറഞ്ഞത്. ഒരാളും പറയാത്ത ഭാഷയിൽ മജ്നൂൻ എന്നൊരു പ്രയോഗം ജനങ്ങളെ കയ്യടി കിട്ടാൻ വേണ്ടി, മുശ്രിക്കുകളായ ആളുകളെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി, കാഫിരീങ്ങളെ മനസ്സിൽ കുഫ്ർ അരക്കിട്ടുറപ്പിക്കാൻ വേണ്ടി അവൻ പറഞ്ഞൊരു ഭാഷയാണത്. ഉമ്മ പറഞ്ഞു, മോനെ ഏതാണ് യാഥാർത്ഥ്യം? മകനൊന്നും ചെയ്തില്ല, അങ്ങനെയാണ് എന്ന് പറഞ്ഞു. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയോ സഹോദരങ്ങളെ? മാനക്കേട് ചെറുതാണോ? തീർത്താൽ തീരാത്തതാണോ? എല്ലാ കാലത്തും അതല്ലേ പറയുന്നത്, നമ്മളതല്ലേ ഊതിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അവനെ ഇത് പറയാൻ പ്രേരിപ്പിച്ചത് എന്താണെന്നറിയോ? സ്വന്തമായി ജീവിക്കാനുള്ള ആസ്തിയുണ്ട്. അള്ളാഹ് പറയുന്നുണ്ട്, അൻകാന ദാ മാലിൻ വബനീൻ, ഇഷ്ടം പോലെ സ്വത്തുണ്ട്, മക്കളുണ്ട്. ആ ഒരു ആസ്തിയുടെ പേരിലാണ് അവൻ മുത്തുനബി തങ്ങളെ പറ്റി ഇത് പറഞ്ഞത്. പക്ഷെ അത് പറയുമ്പോ ഓർക്കണം ആരെ പറ്റിയാ പറയുന്നത് എന്ന്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറഞ്ഞാൽ അല്ലാഹു അത് സഹിക്കൂല, അത് പുറത്തു കൊണ്ടുവന്നു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹധർമ്മിണിയായ സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു അൻഹയെ പറ്റി ആരോപണം പറഞ്ഞു. ആരോപണത്തിന്റെ തുടക്കം കുറിച്ച ആൾ ആരാന്നറിയോ? ഇന്ന് സൂറത്തുൽ മുനാഫിഖൂനയിൽ നമ്മൾ ഇപ്പൊ പറഞ്ഞ സംഭവത്തിലെ നേതാവായ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലാണെന്ന് തുടക്കം കുറിച്ചത്. അവൻ അങ്ങനെ ഒരു ആക്ഷേപം പറഞ്ഞപ്പോ അള്ളാഹു അതിനും മറുപടി കൊടുത്തു, ചുട്ട മറുപടി. ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്വഹാബത്തിനെയും വിമർശിച്ചിട്ടാണ് പറയുന്നത്, ലഇർറജഅനാ ഇലൽ മദീനതി ലയുഖ്രിജന്നൽ അഅസ്സു മിൻഹൽ അദൽ. നമ്മൾ മദീനയിലേക്ക് മടങ്ങിയെത്തട്ടെ, മദീനയിലേക്ക് മടങ്ങിയെത്തിയാൽ ലയുഖ്രിജന്നൽ അഅസ്സു മിൻഹൽ അദൽ, ആ മദീനയിൽ നിന്ന് പ്രബല വിഭാഗമായ അന്തസ്സുള്ള യശസ്സുള്ള നമ്മള്, അഥവാ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് സലൂലും മോന്റെ കൂട്ടരും അവിടുന്ന് അടിച്ചു പുറത്താക്കും, മാട്ടിപ്പുറത്താക്കും. അതല്ല, നിന്യരും നീചരും നികൃഷ്ടരുമായവരെ. അള്ളാഹു എങ്ങനെയാ മറുപടി കൊടുത്തത്? രണ്ടിനും രണ്ട് രൂപത്തിലാണ് അള്ളാന്റെ മറുപടി. രണ്ട് വിഷയമാണ്. ഒന്നോ പറഞ്ഞത് ചെലവ് കൊടുത്ത് സഹകരിപ്പിക്കരുത്, ചെലവ് കൊടുക്കാൻ പാടില്ല.
മുഹാജിരിങ്ങൾക്ക് ചിലവർക്ക്, കാരണം മുഹാജിരിങ്ങളെ ഈമാനാണ് വലിയ ഈമാൻ. അൻസാറുകളും മുഹാജിറുകളും നോക്കുകയാണെങ്കിൽ മുഹാജിരിങ്ങളെ ഈമാൻ വലിയ ഈമാനാണ്. അതുകൊണ്ടാണ് ഖുർആൻ എണ്ണി പറഞ്ഞെടുത്ത് മുഴുവനും മുഹാജിരിങ്ങൾ ആദ്യം പറഞ്ഞു. ആ മുഹാജിരിങ്ങളിൽ നല്ല ഈമാനിന്റെ കടികട്ടിയുള്ളവരാണ് ഫുഖറാഉൽ മുഹാജിരീൻ, മുഹാജിരിങ്ങളിലെ പരമദരിദ്രരും സാധുക്കളുമായ ആളുകൾ. ഇമാം അബൂ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീറിൽ പറയുന്നുണ്ട്, വകാനു മിഅതൻ, അവർ 100 പേരായിരുന്നു ഫുഖറാഉൽ മുഹാജിരീൻ. അവരാണ് നല്ല കട്ടിയുള്ള ഈമാനുള്ള ആളുകൾ. അവർ ചെറിയ ഈമാനൊന്നല്ല, അവർ വലിയ മഹത്വമുള്ള ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മുൻനിർത്തിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തത്, അല്ലാഹുമ്മ അൻസുർനാ ബിസ്ആലികിൽ മുഹാജിരീൻ. മുഹാജിരീങ്ങളിലെ പരമപാവങ്ങളായ സാധുക്കളായ ആളുകളുണ്ട്. ഉടുത്ത തുണിക്ക് മറുതുണി പോലും ധരിക്കാനില്ലാത്തവരുണ്ട്. മക്കയിൽ ഇഷ്ടം പോലെ സമ്പത്തുണ്ട്, പക്ഷേ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി അതെല്ലാം അവിടെ ത്യജിച്ചിട്ടാണ് അവര് മദീനയിലേക്ക് വന്നത്. ആ പാവങ്ങളെ കൊണ്ട് ഞങ്ങളെ സഹായിക്കണേ അല്ലാഹ് എന്ന് നബി തങ്ങൾ ദുആ ചെയ്തിരുന്നു. ആ ദുആ അറിയിക്കുന്നത് ഈ മഹാന്മാരുടെ മഹത്വമാണ്. അവർക്ക് ചെലവ് കൊടുക്കാൻ പാടില്ല, അവർ അവിടെ നിന്ന് പിരിഞ്ഞു പോകണം. ലാ തുൻഫിഖൂ അലാ മൻ ഇൻദ റസൂലില്ലാഹി ഹത്താ യൻഫല്ലൂ, അവരങ്ങ് പിരിഞ്ഞു പോകണം, ചെലവ് കൊടുക്കരുത്. ചെലവ് കൊടുക്കാൻ പാടില്ല, അവർ പിരിഞ്ഞു പോകണം എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ മറുപടി, അവര് കൊടുത്തിട്ടില്ലെങ്കിലും ചെലവുണ്ട്. വലില്ലാഹി ഖസാഇനുസ് സമാവാതി വൽ അർളി വലാകിന്നൽ മുനാഫിഖീന ലാ യഫ്ഖഹൂൻ. ആകാശഭൂമികളിലെ ഖജനാവുകൾ മുഴുവനും, ഖസാഇൻ നമ്മൾ ഖജനാവ് അറിയില്ലേ, അതിന്റെ നേരെ അറബിയാണ് ഖസാഇൻ, അതിന്റെ ബഹുവചനമാണ് ഖജനാവുകൾ, ഖജാനകൾ, നിധിശേഖരങ്ങളുടെ അറകൾ. അതിന്റെ യഥാർത്ഥ ഉടമസ്ഥാവകാശം ഈ പറയുന്ന അബ്ദുല്ലാഹി ഇബ്നു സലൂലിനും അല്ല, ഓലെ നാട്ടിർക്കും അല്ല, വലില്ലാഹി അള്ളാഹുവിനാണ് അതിന്റെ അവകാശം. കൊടുക്കേണ്ടവർക്ക് അള്ളാഹ് അങ്ങോട്ട് കൊടുക്കും. ഇവര് തടഞ്ഞാലും അല്ലാഹു തആല കൊടുക്കും. വലില്ലാഹി ഖസാഇനുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളിലെ നിധിശേഖരങ്ങളുടെ അറകൾ മുഴുവനും ഖജനാവുകൾ മുഴുവനും അല്ലാഹുവിന് അവകാശപ്പെട്ടതാണ്. വലാകിന്നൽ മുനാഫിഖീന ലാ യഫ്ഖഹൂൻ. മുനാഫിഖീങ്ങൾക്ക് മറുപടി, മുനാഫിഖുകൾ ലാ യഫ്ഖഹൂൻ, അവർ കാര്യം മനസ്സിലാക്കാത്തവരാണ്, കാര്യം ശരിയായ വണ്ണം ബോധ്യമാകാത്തവരാണ്, തിരിയാത്തവരാണ്. ചെലവ് അല്ലാഹു അങ്ങോട്ട് കൊടുക്കും. മക്കക്കാര് ചെലവ് കൊടുക്കൂല എന്ന് പറഞ്ഞ് ബഹിഷ്കരിച്ചപ്പോഴും അല്ലാഹു തആല അല്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജിറുകൾക്കും ചെലവ് കൊടുത്തത്? അവരാരോ ഒന്ന് കൊടുത്തിട്ടാണോ അത്രയും ബഹിഷ്കരണ കാലത്ത് അവിടെ കഴിഞ്ഞുകൂടിയത്? അല്ലാഹു അല്ലേ ജീവിതോപാധിക്ക് വേണ്ടതൊക്കെ കൊടുത്തത്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ദേശിച്ച് ഈ പാവങ്ങൾക്ക് ചെലവ് കിട്ടണമെന്ന് മനസ്സിലൊന്ന് ഉദ്ദേശിക്കുമ്പോഴേക്ക് അല്ലാഹു ചെലവിറക്കി കൊടുക്കും. അതിനൊരു പ്രയാസവുമില്ല. കാരണം അതിന്റെ കുത്തകാവകാശം അബ്ദുല്ലാഹി ഇബ്നു സലൂലിനല്ല, അവന്റെ ആളുകൾക്കുമല്ല, അല്ലാഹുവിനാണ്. രണ്ടാമത്തെ മറുപടി, ഞങ്ങൾക്കാണ് ഇസ്സത്ത്, ഞങ്ങൾക്കാണ് ഇസ്സത്ത് എന്നല്ലേ പറഞ്ഞത്. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീന വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ. ആത്മാഭിമാനവും അന്തസ്സും വലില്ലാഹി, അല്ലാഹുവിനാണ് ആത്മാഭിമാനം, അല്ലാഹുവിനാണ് അന്തസ്സിന്റെ അവകാശം. ഇസ്സത്ത് ആർക്കാന്ന് ചോദിച്ചാൽ അല്ലാഹുവിനാണ്. വലി റസൂലിഹി, അല്ലാഹുവിന്റെ റസൂലിനുമാണ്. അതേ വലിൽ മുഅ്മിനീൻ, വിശ്വാസികൾക്കുമാണ്. ഇസ്സത്ത് ഒരു മനുഷ്യന് ഓരോ സ്വന്തത്തിന്റെയും യാഥാർത്ഥ്യം മനസ്സിലാക്കി ആ ശരീരത്തെ ബഹുമാനിച്ച് ദുന്യാവിലെ ഭൗതികതയിലെ പെട്ടെന്ന് ലഭിക്കുന്ന ലാഭങ്ങൾക്ക് വേണ്ടി സ്വന്തം ശരീരത്തെ താഴ്ത്താതെ ഇകഴ്ത്താതെ അന്തസ്സോടെ കൊണ്ടു നടക്കുക, അതിനാണ് ഇസ്സത്ത് എന്ന് പറഞ്ഞത്. ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ മനസ്സിലാക്കണം, എനിക്ക് അല്ലാഹു തആല എന്റെ ശരീരത്തിന് നൽകിയ ഒരു യാഥാർത്ഥ്യമുണ്ട്, ഞാനിവിടെ ജീവിക്കുന്നതിനൊരു ലക്ഷ്യമുണ്ട്. അതേ ലക്ഷ്യത്തിൽ ഈ ശരീരത്തിനെ ബഹുമാനിച്ച് താഴ്ന്ന കാര്യങ്ങളിലേക്കൊന്നും കൊണ്ടുപോകാതെ സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അറിവ്, അതാണ് ശരിക്കുള്ള ഇസ്സത്ത്.
അള്ളാഹു നമുക്ക് ഇസ്സത്ത് നൽകുമാറാകട്ടെ. ആ ഇസ്സത്ത് നൽകിയാൽ, ഇസ്സത്ത് കിട്ടിയാൽ പിന്നെ ഒരു പ്രയാസമില്ല. അള്ളാഹുവിനാണ് ഇസ്സത്ത്, വലി റസൂലിഹി അള്ളാഹുവിന്റെ റസൂലിനുമാണ്, വലിൽ മുഅ്മിനീന വിശ്വാസികൾക്കുമാണ്. മൂന്ന് പേർക്കുമുള്ള ഇസ്സത്ത് മൂന്ന് രൂപത്തിലാണെന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഇസ്സത്ത് അൽ അലമത്തു വൽ ഖുദ്റ, അള്ളാഹുവിനാണല്ലോ സഹോദരങ്ങളെ പൂർണ്ണാധികാരവും കഴിവുമുള്ളത്. ഏറ്റവും വലിയ ബഹുമാനം അള്ളാഹുവിനാണ്, ഏറ്റവും വലിയ ഖുദ്റത്തും അള്ളാഹുവിനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ഇസ്സത്ത് എന്താണ്? അൻ-നുബുവ്വത്തു വശഫാഅ, നുബുവത്താണ്, മറ്റൊന്ന് ഷഫാഅത്തുമാണ്. അവിടുത്തെ നുബുവത്താണ് ഏറ്റവും വലിയ നുബുവത്ത്. അമ്പിയാക്കളിൽ ഏറ്റവും വലിയ ഉയർന്ന നുബുവത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്താണ്. കാരണം തങ്ങൾക്ക് നുബുവത്ത് നൽകിയ ശേഷമാണ് ബാക്കിയുള്ളവർക്കൊക്കെ അല്ലാഹു നുബുവത്ത് നൽകിയത്. ഇനി ആ ആളുകളൊക്കെ ഒരുമിച്ച് കൂടുന്ന മേഖലയാകുന്ന മഹ്ശറിൽ ഷഫാഅത്തിന്റെ പൂർണ്ണാധികാരം അല്ലാഹു നൽകിയിരിക്കുന്നത് ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഴുവൻ അമ്പിയാക്കളും തങ്ങളെ ഷഫാഅത്ത് ചോദിച്ച് തങ്ങളടുത്തേക്ക് ഒന്ന് റെക്കമെൻഡ് ചെയ്യാണ്. ആദം നബി അലൈഹിസ്സലാം മുതൽ ഈസാ നബി അലൈഹിസ്സലാം വരെയുള്ള മുഴുവൻ അമ്പിയാക്കളും നിങ്ങളൊന്ന് ഷഫാഅത്തിന് മുന്നോട്ട് നിൽക്കണം. തങ്ങളപ്പ അന്തസ്സോടെ പറയുന്നു, അനലഹ, ഞാൻ ആ ഷഫാഅത്തിന് അധികാരമുള്ള അവകാശമുള്ള ആളാണ്. തങ്ങൾക്ക് മാത്രം അല്ലാഹു തആല കൊടുക്കുന്ന മഖാമും മഹ്മൂദ് എന്ന ഉന്നതമായ പദവിയിലേക്ക് കയറി അല്ലാഹുവിന്റെ മുന്നിൽ സാഷ്ടാംഗം അർപ്പിച്ചുകൊണ്ട് ലോകത്തുള്ള എല്ലാ ആളുകൾക്കും ഷഫാഅത്ത് വാങ്ങിക്കൊടുക്കുന്നു ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഷഫാഅത്തുൽ ഉളുമ, സ്വർഗ്ഗക്കാരെ സ്വർഗ്ഗത്തിലേക്കും നരകക്കാരെ നരകത്തിലേക്കും മാറ്റി തിരിക്കുന്ന ഒരു ഷഫാഅത്ത്. വേറെയും ഷഫാഅത്തുകൾ ധാരാളമുണ്ട്. ഇതാണ് ഏറ്റവും വലിയ ഷഫാഅത്ത്. കാരണം ഈമാനുള്ള ആളുകൾക്ക് വലിയ രക്ഷ കിട്ടുന്ന ഷഫാഅത്താണ്. എല്ലാ മുഅ്മിനീങ്ങൾക്കും വലിയ സലാമത്ത് കിട്ടുന്ന ഒരു ഷഫാഅത്താണ്. ആ ഷഫാഅത്ത് തങ്ങൾക്ക് സ്വന്തമാണ്. മുഅ്മിനീങ്ങൾക്കുള്ള ഇസ്സത്ത് എന്താണ്? അത്തവാദു വസ്സഖാഉ വൽ ഉബൂദിയ്യ. മുഅ്മിനീങ്ങളെ ഇസ്സത്ത് മൂന്നെണ്ണമാണ്. ഒന്ന് അത്തവാദു, വിനയത്തോടുകൂടെ ജീവിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതൊക്കെ വിശാലമായി പറയണം. വിനയത്തോടുകൂടെ ജീവിക്കും. അപ്പോഴാണ് ഇസ്സത്ത് ഉണ്ടാകുക, അന്തസ് ഉണ്ടാകുക. അപ്പോഴാണ് ഉയർന്ന ആളുകളൊക്കെ നോക്കി നോക്കുന്നത്, വലിയ വലിയ ഉയരങ്ങളിൽ ജീവിച്ച ആളുകൾക്കൊക്കെ വിനയം കൂടുതലാണ്. വിനയം കൂടുതലാണ്. ചെറിയ കാര്യങ്ങൾ ചെയ്യാനൊന്നും അവർക്ക് മടിയില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ ഏറ്റവും വലിയ വിനയമുള്ള നേതാവ്. മക്കത്ത് ഏതൊരു പാവപ്പെട്ട ആള് വന്ന് തങ്ങളെ കൈപിടിച്ചുകൊണ്ട് തങ്ങളൊന്ന് വരണം എന്റെ കൂടെ ഒരു ആവശ്യത്തിന് പോകാണ്ട് എന്ന് പറഞ്ഞാല്, എനിക്കിപ്പോ സമയമല്ല, നാളെ വരീന്ന് പറയില്ല, അപ്പൊ തന്നെ പോകും. അതൊരു അടിമ സ്ത്രീ വന്നിട്ടാ പറയുന്നത്. അന്നത്തെ ഒരു ഗോത്രക്കാരനോട്, ഒരു ഗോത്രത്തലവനോട് അടിമ സ്ത്രീ വന്നിട്ട് മുന്നിൽ നിന്നിട്ട് ഒരു കാര്യം ചോദിക്കുമ്പോഴേക്ക്, എന്താ മുന്നിൽ കാണാൻ പാടില്ല, നാളെ പോപ്പോ, എന്നെ മുന്നിൽ കണ്ടാൽ തന്നെ എന്ന് ശകുനായിരിക്കും എന്ന് പറഞ്ഞ് മടക്കി വിടും വലിയ വലിയ ആൾക്കാർ. പക്ഷെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ വന്ന് ഒരു സാധാരണ അടിമ വന്നിട്ട് എന്റെ കൂടെ തങ്ങളൊന്ന് വരുമോ? ഞാൻ വരാം, എനിക്കൊരു ആവശ്യം, ഒരാളോട് സംസാരിക്കാറുണ്ട്, തങ്ങൾ പോയി കൊടുക്കാൻ. അവിടുത്തെ വിനയാണ്, തങ്ങളെ തവാളുവാണത്. അള്ളാഹുവിന്റെ അടിമകൾക്ക് വേണ്ടി തങ്ങൾ ചെയ്യുന്ന സേവനങ്ങളാണത്. ആരും തിരിഞ്ഞു നോക്കാത്ത ആളുകളെയും നല്ലോണം മെയിൻറ്റ് ചെയ്ത് പരിഗണിക്കുന്ന നേതാവാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ജനങ്ങൾ ആരും മുഖവിലക്കെടുക്കൂല, ആരും അത്ര പ്രശ്നമായി കണ്ടൂല. പക്ഷെ അവരെ പ്രശ്നങ്ങളൊക്കെ മുഖവിലക്കെടുക്കുക, അത് വിനയമാണ്. നാട്ടിൽ ആരോരും പരിഗണിക്കാത്ത ആളുകളെ നമ്മൾ പരിഗണിക്കണം. അപ്പോഴാണ് നമുക്ക് വിനയം ഉണ്ടാകുക. ആരും പരിഗണിക്കാത്തൊരു പാവാണ്, എന്നാ പിന്നെ എല്ലാരും തീരുമാനിക്കുക അയാൾ പാവായിട്ട് അങ്ങനെ ജീവിച്ചോട്ടെ, അങ്ങനെയും വേണ്ട ഒരാള്. അങ്ങനല്ല, അയാളെ ആവശ്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. ചിലര് പറയും, പാപങ്ങളും കുറച്ച് വേണ്ടേ, പിന്നെ പരിഗണിച്ച അവര് സമ്പന്നരായി പോകൂലേ? അല്ല, അവരെ പുരോഗതിയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അവർക്ക് അല്ലാഹു തആല ഉയർച്ച കൊടുക്കലാണ് ആഗ്രഹിക്കേണ്ടത്. അതുകൊണ്ടാണ് അബൂ ത്വാലിബ് നേരത്തെ പാടിയിരുന്നൊരു വാക്കുണ്ട്. കുട്ടിക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി തങ്ങളെ മഹത്വം പറഞ്ഞിട്ട് അബൂ ത്വാലിബ് പാടിയൊരു പാട്ടുണ്ട്. ഫഅബ്യളു യുസ്തസ്ഖൽ വമാമു ബിവജ്ഹിഹി സിമാലുൽ യതാമാ ഇസ്മത്തുൽ ലിൽ അറാമിലി. മുത്തനബി തങ്ങൾ ആരാ? സിമാലുൽ യതാമാ, അനാഥകൾക്ക് അത്താണിയാണ്. ബാപ്പയില്ലാതെ ജീവിക്കുന്ന മക്കൾക്ക്, ആൺകുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക് അവിടുന്ന് ആശ്രയമാണ്. വൈസ്മത്തുൽ ലിൽ അറാമിലി, ജനങ്ങൾ തിരിഞ്ഞു നോക്കാത്തൊരു വിഭാഗമാണ് വിധവകൾ.
അവർക്ക് തങ്ങൾ അവലംബമാണ്. അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്യാൻ എന്തും തങ്ങൾ സഹിക്കും. എവിടുന്നും തങ്ങൾ ആ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി സേവനം ചെയ്യും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്നൊരു വിനയമാണ്. നമ്മളിൽ ഉണ്ടാകണം അത്. പാവങ്ങളെ പരിഗണിക്കണം. രണ്ടാമത്തത് സഖാ, ഔദാര്യ മനസ്സ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഔദാര്യത്തിന്റെ മനസ്സ്. ഇങ്ങോട്ടൊരാൾ ചോദിക്കാതെ തന്നെ അങ്ങോട്ട് കൊടുക്കാനുള്ള കൈ, അതാണ് ഔദാര്യം എന്ന് പറഞ്ഞത്. അങ്ങോട്ട് വന്ന് ചോദിച്ചിട്ട് അങ്ങോട്ട് കൊടുക്കല്ല. ഒരാളെ വിഷയങ്ങൾ അറിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് അയാൾക്ക് ഗുണം ചെയ്യാം. പൈസ മാത്രം കൊടുക്കാന്നല്ല സഹോദരങ്ങളെ, അയാൾക്ക് വേണ്ട സേവനങ്ങൾ ഗുണങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് നടത്തി കൊടുക്കുക. ഔദാര്യമാണ്, ഉദാരതയുടെ മനസ്സാണ്. ഒരു പാവപ്പെട്ട മനുഷ്യന് രോഗിയായിട്ട് അയാളെ ശുശ്രൂഷിക്കാൻ ആരുമില്ല, ഏറ്റെടുത്ത് അയാളെ ശുശ്രൂഷിക്കുക. എന്താ ശുശ്രൂഷിക്കേണ്ടത്? അയാളെ ഒപ്പം നിന്ന് കൊടുക്കാൻ ആരുമില്ല. കാശൊക്കെ ഇഷ്ടം പോലെ അയാളെ കയ്യിലുണ്ട്. നമ്മൾ 2 ആഴ്ച 3 ആഴ്ച ചെലവഴിച്ച് അയാളെ കൂടെ നിന്നുകൊടുത്ത് അയാളെ മൂത്രയിക്കാനും എഴുന്നേൽപ്പിച്ച് നടത്താനും മരുന്ന് കൊടുക്കാനും ഒക്കെ കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കുന്ന ഒരവസ്ഥ ഒരു ഔദാര്യമാണ്. മറ്റുള്ളവർക്ക് ഔദാര്യത്തിന്റെ മനസ്സ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. മൂന്നാമത് മുഅ്മിനീങ്ങൾക്കുള്ള ഇസ്സത്ത് വൽ ഉബൂദിയ്യ, അടിമത്വം. നമ്മളൊക്കെ അടിമകളാണ്, അള്ളാഹുവിന്റെ അടിമകളാണ്. നമ്മൾ ആരും ഉടമകളല്ല, ഉടമസ്ഥൻ യജമാനനായ റബ്ബാണ്. നമ്മൾ അടിമകളാണ്. അടിമത്വം നമ്മളിൽ വേണം. അതിനാണ് അള്ളാഹുവിനെ നമ്മൾ ഇബാദത്ത് എടുക്കുന്നത്. ആ ഇബാദത്തിലാണ് ഏറ്റവും വലിയ അടിമത്വം ബോധ്യപ്പെടുന്നത്. നിങ്ങൾ നോക്ക്, അല്ലാഹു തആല ഉടനടി മറുപടി കൊടുത്തു. മുനാഫിക്കീങ്ങളെ, നിങ്ങൾക്കല്ല ഇസ്സത്ത്. നിങ്ങൾക്കൊരാളും ചെലവ് തടയാൻ കഴിയൂല. ചെലവ് കൊടുക്കുന്നവൻ അള്ളാഹുവാണ്. ഇസ്സത്തും നിങ്ങൾക്കില്ല. പക്ഷെ 2 ആയത്തിലും മറുപടി പറഞ്ഞപ്പോ 2 ശൈലിയിലാണ് അള്ളാഹ് പറഞ്ഞത്. മുകളിൽ ആയത്തിൽ അള്ളാഹ് പറഞ്ഞു വലാകിന്നൽ മുനാഫിഖീന ലാ യഫ്ഖഹൂൻ. രണ്ടാമത്തെ ആയത്തിൽ 7ാമത്തെ ആയത്തിൽ അങ്ങനെ പറഞ്ഞു. 8ാമത്തെ ആയത്തിൽ അള്ളാഹ് പറഞ്ഞു ഇതേ ഭാഷ വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ. ഒരു സ്ഥലത്ത് ലാ യഫ്ഖഹൂനും മറ്റേ സ്ഥലത്ത് ലാ യഅലമൂനും. അതിന്റെ അർത്ഥം എന്താന്ന് പറയുന്നത്? നിങ്ങൾ ആദ്യം പറഞ്ഞ ലാ യഫ്ഖഹൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബുദ്ധി കുറവാണ്. അതാ ലാ യഫ്ഖഹൂ എന്ന് പറഞ്ഞാല് ബുദ്ധി കുറവാണ്, ഗ്രാഹ്യശക്തി കുറവാണ്, കാര്യം തിരിയാത്തവരാണ്. രണ്ടാമത് പറഞ്ഞ ലാ യഅലമൂൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഒരു പൊട്ടന്മാരാണ്, അറിവില്ലാത്തവരാണ്. ലോകത്തെ ഏറ്റവും വലിയ ആക്ഷേപം അതല്ലേ? ഒരാളെ പറ്റി നിങ്ങൾ നോക്കി, അയാൾക്ക് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ അത്രങ്ങാനും വലിയ ആക്ഷേപം എന്താണുള്ളത്? അയാളൊരു പടു ജാഹില എന്നാണ് ഏറ്റവും വലിയ ആക്ഷേപം. അതാണ് കുറ്റകൃത്യങ്ങളെ പറ്റി ഒരാൾ ആക്ഷേപിക്കുന്നതിനേക്കാളും വലിയ ആക്ഷേപമാണ് അയാൾ ഒന്നും തിരിയാത്ത ആളാണ്. അതുകൊണ്ടാണല്ലോ നമ്മളെ ആരെങ്കിലും ഒക്കെ ഒരാൾ അബൂജഹൽ എന്ന് വിളിച്ചു നോക്കട്ടെ, നമ്മളെ രക്തവും നമ്മുടെ ശരീരമൊക്കെ അപ്പൊ കൊണ്ട് ഉഴരും. കാരണം ആ പേര് ഒരാൾ ഇഷ്ടപ്പെടൂല. അബൂജഹൽ എന്നുള്ള പേര് ഒരാൾ ഇഷ്ടപ്പെടൂല. കാര്യം തീരെ തിരിയാത്ത കൊണ്ടാണ് ആ പേര് അബൂജഹലിന് വന്നത്. ജനങ്ങളിട്ട പേരാണ് അബൂജഹൽ എന്നുള്ളത്. കാരണം അത്രയും ദൃഷ്ടാന്തങ്ങൾ കണ്ടിട്ട് ബുദ്ധിയോടെ മനസ്സിലാക്കാനുള്ള എല്ലാ തന്റെയോടെ ഉണ്ടായിട്ടും തിരിച്ചറിയൂല എന്ന ഒരു മാത്സര്യ ബുദ്ധി സ്വീകരിച്ചപ്പോ അബുൽ ഹക്കം എന്ന പേര് മാറ്റി ജനങ്ങൾ വിളിച്ചു അബൂജഹൽ എന്നാ വിളിക്കേണ്ടത്. അപ്പൊ അല്ലാഹു തആല പറഞ്ഞു മുനാഫിഖീങ്ങള് കാര്യം തിരിയാത്തവരാണ്, ഗ്രാഹ്യശക്തി ഇല്ലാത്തവരാണ്, മനസ്സിലാക്കാത്തവരാണ്, അറിവില്ലാത്തവരാണ്. വലിയ ശൈലിയിലാണ് അല്ലാഹു തആല അവർ ആക്ഷേപിച്ചത്, ചെറിയ ശൈലിയിലല്ല. അല്ലാഹു തആല നിഫാഖിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിങ്ങൾ നോക്ക്, അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂല് ഇങ്ങനൊരു വർത്തമാനം പറഞ്ഞപ്പോ അത് തീരെ സഹിക്കാതെ ആ വാപ്പയോട് പ്രതികരിച്ച ആളാണ് അദ്ദേഹത്തിന്റെ മകൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. അന്ന് അയാളോട് പറഞ്ഞു, നിങ്ങൾ ഈ പറഞ്ഞ വാക്കിന് പകരമായിട്ട് നബി തങ്ങളോട് പോയി മാപ്പ് പറയണം. ഏത് വാക്കിന്? അതല്ല് എന്നുള്ള വാക്ക് നബി തങ്ങളെ പറ്റി പ്രയോഗിച്ചില്ലേ, അതിന് നിങ്ങൾ പോയിട്ട് മാപ്പ് പറയണം. എന്നാൽ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂല് മാപ്പിനെ തേടും, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ പൊറുക്കലിനെ തേടും. ഇന്ന് ചില ആളുകളോട് നമ്മൾ അങ്ങനെ പറഞ്ഞാൽ അവർ പറയുന്നൊരു ഭാഷയുണ്ട്. അതേ ഭാഷയാണ് അന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലും പറഞ്ഞത്. കുടുംബക്കാര് വന്നിട്ട് പറഞ്ഞു, നിങ്ങളെപ്പറ്റി ഗൗരവമുള്ള ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങൾ പോകണം അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക്. യസ്തഗ്ഫിറു ലക, നബി തങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിന് പൊറുക്കലിനെ തേടും, അല്ലാഹു നിങ്ങൾക്ക് പൊറുത്തു തരും. ആ സമയത്ത് അവൻ പറഞ്ഞു, നിങ്ങൾ എന്നോട് വിശ്വസിക്കാൻ കൽപ്പിച്ചു, ഞാൻ വിശ്വസിച്ചു. നിങ്ങൾ എന്നോട് സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞു, ഞാൻ സക്കാത്ത് കൊടുത്തു. നിസ്കരിക്കാൻ പറഞ്ഞു, ഞാൻ നിസ്കരിച്ചു. വമാ ബഖിയലി ഇല്ലാ അൻ അസ്ജുദ ലി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ നിങ്ങൾ എന്നോട് പറഞ്ഞു മുഹമ്മദ് നബിക്ക് സുജൂദ് ചെയ്യാനാണല്ലേ, എന്നെ അതിന് കിട്ടൂല.
ആൾക്കാർ അങ്ങനെയുള്ള കാണുന്നത്. നബി തങ്ങളോട് പോയിട്ട് നബിയെ ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കണം, ഞങ്ങളെ പാപങ്ങളൊക്കെ പുറത്തരം പറഞ്ഞ ആൾക്കാർ എന്ത് പറയും? അത് പറ്റൂല, അത് ശിർക്കാണ്. അതേ ഭാഷയിലാണ് അന്ന് അബ്ദുല്ലാഹിബ്നു സലൂലും പറയുന്നത്. ഇപ്പൊ നിങ്ങൾ എന്നോട് പറഞ്ഞ മുഹമ്മദ് നബിക്ക് സുജൂദ് ചെയ്യാനാ, എന്നതിന് കിട്ടൂല. സുജൂദ് ചെയ്യാൻ ആരും പറഞ്ഞിട്ടില്ല നബിയെ. ഞാൻ ആ പറഞ്ഞ വാക്ക് കുറച്ച് കടന്ന വാക്കായി പോയി, അതുകൊണ്ട് എനിക്കൊന്ന് പൊരുത്തപ്പെടണം. ഈ പറഞ്ഞ ആള് ഈ ആയത്തിറങ്ങിയ ശേഷം കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ താമസിച്ചുള്ളൂ. അപ്പോഴേക്ക് രോഗം ബാധിച്ച് അയാൾ മരണപ്പെട്ടുപോയി, അബ്ദുല്ലാഹിബ്നു സലൂൽ. പക്ഷെ അയാളുടെ മകനുണ്ട്, ഒരു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. ആ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന് ബാപ്പ ഈ പറഞ്ഞ വിഷയം തീരെ സഹിച്ചില്ല. ബനുൽ മുസ്തലഖ് യുദ്ധം കഴിഞ്ഞ് വരുമ്പോഴാണ് ഇത് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇടിച്ചു താഴ്ത്തുന്ന വർത്തമാനം പറഞ്ഞത്, സ്വഹാബത്തിനെ വിമർശിക്കുന്ന അതല്ല് എന്നുള്ള വാക്ക്. നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും, ചിലരൊക്കെ ആലോചിക്കുന്നുണ്ടാവും, ഉസ്താദേ ഒരു പ്രയോഗമല്ലേ നടത്തിയത്, ഒരു പ്രയോഗം നടത്താൻ പാടില്ല. ഒരൊറ്റ പ്രയോഗം നടത്തിയാൽ തന്നെ തെളിവാണ് ഉള്ളിൽ നിഫാഖുണ്ട്. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒന്നായിട്ട് ഏത് വായിക്കുന്ന പ്രബന്ധമൊന്നും വേണ്ട, പ്രഭാസിക്കുന്ന പ്രഘോഷണങ്ങളൊന്നും വേണ്ട. ഒരൊറ്റ വാക്ക് മതി, നിഫാഖിന്റെ അടയാളം കുറിക്കാൻ ഒരൊറ്റ വാക്ക് മതി. അബ്ദുല്ലാഹിബ്നു ഉബൈ ഇബ്നു സലൂൽ പറഞ്ഞ അതല്ല് എന്നുള്ള പ്രയോഗം നോക്ക് നിങ്ങൾ. വിദഅത്തുകാർ മുഴുവനും പറഞ്ഞു അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന് വഴിപ്പെടുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നമ്മൾ അവര് പറഞ്ഞ വാക്കെടുത്ത് പറയട്ടെ, നമ്മൾ അതുകൊണ്ട് പറയാൻ പറ്റൂല. അതുകൊണ്ടാണ് തങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത്. അപ്പറഞ്ഞ വാക്ക് അവരെ നിഫാഖാണ് സൂചിപ്പിക്കുന്നത്, ഈമാനിന്റെ കുറവാണ് സൂചിപ്പിക്കുന്നത്. കാരണം ഏറ്റവും അധികം സൃഷ്ടികളിൽ അള്ളാഹുവിനെ അനുസരിച്ച് വഴിപ്പെട്ട മഹാനാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ആണ് നമ്മളോട് പറയുന്നത്, വന്നജ്മി ഇദാ ഹവാ മാ ളല്ല സാഹിബുകും വമാ ഗവാ. നക്ഷത്രത്തെ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്നു, മാ ളല്ല സാഹിബുകും വമാ ഗവാ. നിങ്ങളുടെ സ്വാഹിബ്, നിങ്ങളെ കൂടെ ജീവിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ കാര്യത്തിലും പിഴച്ചിട്ടില്ല. തങ്ങൾക്ക് അബദ്ധമായ ഒരു സംസാരമോ ഒരു ചിന്തയോ ഒരു പ്രവർത്തനമോ ഒരിക്കലും വന്നിട്ടില്ല. എന്നിട്ട് ഇവര് പറയാ വഴിപ്പെടുന്നതിൽ വീഴ്ച വരുത്തി. അല്ലാഹു തആല പറയുന്ന ഒരു വീഴ്ചയുമില്ല, ഒരു കുറവും പറ്റിയിട്ടില്ല, ഒരു സംഗതിയിലും തെറ്റിയിട്ടില്ല, ഒരു അഭിപ്രായത്തിലും തെറ്റിയിട്ടില്ല, ഒരു ശൈലിയിലും തെറ്റിയിട്ടില്ല. നമ്മൾ അല്ലാഹു തആല പറഞ്ഞല്ലേ സ്വീകരിക്കേണ്ടത്. അപ്പൊ ഒരൊറ്റ വാക്ക് മതി നിഫാഖിന്റെ ചൊവ്വ വരാൻ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മകന് ഇമാം അബൂ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ബാപ്പ ഈ വാക്കും പറഞ്ഞ് ബനുൽ മുസ്തലഖ് യുദ്ധം കഴിഞ്ഞ് വന്നിട്ട് മദീനയിലേക്ക് ഇങ്ങനെ കടക്കാൻ നിന്നപ്പോ അദ്ദേഹത്തിന്റെ ഒരു മകനുണ്ട്, മകന്റെ പേര് അബ്ദുല്ലാഹിയാണ്. എന്നിട്ട് അവിടെ തന്നെ മഹാനവറുകൾ പറയുന്നു ഹദീസില്, വകാന മുഖ്ലിസൻ. ആ മകന് വാപ്പാനെ പോലെയല്ല, നല്ല ഇഖ്ലാസുള്ള സുന്നിയാണ്. ബാപ്പ പേരിൽ മാത്രം ഒരു മുസ്ലിമാണ്. ബാപ്പാനോട് മകൻ പറഞ്ഞു, ലഇല്ലം തുഖിറ ലില്ലാഹി വലി റസൂലിഹി ബിൽ ഇസ്സി ലഅദ്രിബന്ന ഉനുഖക. മദീനയിലേക്ക് ഇങ്ങോട്ട് കയറണമെങ്കിലേ അള്ളാഹുവിനും അള്ളാന്റെ റസൂലിനാണ് ഇസ്സത്ത് എന്ന് പറയണം, അല്ലെങ്കിൽ നിങ്ങളെ പെരടിയാൻ പറ്റുന്നു. സ്വന്തം മകന് ബാപ്പാനോട് നിങ്ങളെ പെരടിയാൻ പറ്റും. അള്ളാഹുവിനും അള്ളാന്റെ റസൂലിനാണ് ഇസ്സത്ത് എന്ന് നേരത്തെ നിങ്ങൾ പറഞ്ഞ വാക്കില്ല, ആ വാക്ക് തിരുത്തിയിട്ട് ഇത് പറയണം. അങ്ങനെ ബാപ്പ അങ്ങനെ പറഞ്ഞു നോക്കി, മോനെ അങ്ങനല്ല, എങ്ങനെയാണ്? മകൻ വിട്ടുകൊടുത്തില്ല. മകനി ഉറച്ച നിലപാടിലാന്ന് കണ്ടപ്പോ വാപ്പ പറഞ്ഞു, അഷ്ഹദു അന്നൽ ഇസ്സത്ത ലില്ലാഹി വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞു. ഇസ്സത്ത് അള്ളാഹുവിനും അള്ളാഹിന്റെ റസൂലിനും മുഅ്മിനീങ്ങൾക്കാണ് എന്ന് പറഞ്ഞു. അന്നഞ്ഞ് കേറിക്കോളി എന്ന് പറഞ്ഞു. ഇതിങ്ങനെ വാപ്പാനെ കൊണ്ട് പറയിപ്പിച്ചു എന്നുള്ള വിവരം മകൻ നേരെ പോയിട്ട് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ, ഞാൻ എന്റെ വാപ്പാനോട് തങ്ങളെ പറ്റിയും സ്വഹാബത്തിനെ പറ്റിയും പറഞ്ഞ വാക്ക് എനിക്ക് സഹിക്കാത്തത് കൊണ്ട് മദീനയിലേക്ക് ഇങ്ങോട്ട് കയറുമ്പോ ഞാൻ അത് തിരുത്തി പറയിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ജസാക്കല്ലാഹു അൻ റസൂലിഹി വഅനിൽ മുഅ്മിനീന ഖൈറാ. അള്ളാഹു നിങ്ങൾക്ക് അള്ളാഹിന്റെ റസൂലിന്റെ ഭാഗത്തുനിന്നും മുഅ്മിനീങ്ങളുടെ ഭാഗത്തുനിന്നും ധാരാളം ഖൈർ അള്ളാഹു നിങ്ങൾക്ക് തരട്ടെ. നിങ്ങൾ ചെയ്ത പണി നല്ല പണിയാണ്. ബാപ്പാനെ കൊണ്ട് പറഞ്ഞ വാക്ക് നിങ്ങൾ മാറ്റി പറയിപ്പിച്ചല്ലോ. പക്ഷേ സഹോദരങ്ങളെ, അങ്ങനൊക്കെ ഒരു വാക്ക് മാറ്റി പറഞ്ഞെങ്കിലും ആളെ ഉള്ളിലെ രോഗം മാറിയിട്ടൊന്നുമില്ല. അതുകൊണ്ടാണ് ബാപ്പാന്റെ വിമർശനം ഇങ്ങനെ കടുത്ത ഭാഷയിൽ കൂടിയപ്പോ
ഈ സ്വഹാബി പോയിട്ട് പറഞ്ഞു അള്ളാന്റെ റസൂലിനോട്, നബിയെ, എന്റെ ബാപ്പാന്റെ രോഗം മാറുന്നില്ല, ബാപ്പാനെ ഞാൻ കൊല്ലട്ടെ നബി, സമ്മതം തരും? നിങ്ങളെ വിമർശിക്കുന്നതാണ് ബാപ്പാന്റെ പണി, സഹിക്കാൻ പറ്റണില്ല നബിയെ, കൊല്ലാൻ സമ്മതം തരും? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബ്ദുല്ലാ ഇന്നഹു അബൂക, അത് ബാപ്പയാണ്, കൊല്ലാൻ പറ്റൂല, ബാപ്പാനെ കൊല്ലാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെയും പോയി, രണ്ടാമതും ഇത് കേട്ട് സഹിക്കാത്തോട് പിന്നെയും വന്ന് ചോദിച്ചു, കൊല്ലാൻ സമ്മതം തരും നബിയെ? കൊല്ലാൻ പറ്റൂല, ബാപ്പയാണ് പറഞ്ഞു. മൂന്നാമതും വന്നു, സമ്മതം കൊടുത്തില്ല. നാലാമത് വന്നിട്ട് പറഞ്ഞു, എന്റെ ബാപ്പാന്റെ രോഗം ഒന്ന് മാറണം. രോഗം മനസ്സിലായില്ലേ? ശരീരത്തിലുള്ള രോഗമല്ല, മാനസിക രോഗം, വിശ്വാസ ദൗർബല്യം, അതാണ് ഏറ്റവും വലിയ രോഗം. ഫീ ഖുലൂബിഹിം മർദ് എന്നല്ല പറഞ്ഞില്ലേ? ഖൽബിൽ രോഗമുണ്ട്, അതാ രോഗം. പുറത്തുള്ള രോഗമൊക്കെ തേച്ചാൽ മാറും, ഇനി സഹിച്ചാലും കൂലി കിട്ടും. ഉള്ളിലുള്ള രോഗത്തിൽ സഹിച്ചിട്ട് കാര്യമില്ല, കൂലൊന്നും കിട്ടൂല, അതിന് ശിക്ഷ കിട്ടുക. അത് മാറി തന്നെ പോകണം, മാറിയിട്ടില്ല ഈ കാര്യം പോക്ക. അതുകൊണ്ട് തങ്ങൾ ഉളു എടുത്ത വെള്ളം, തങ്ങൾ ഉളു എടുത്ത് ഇങ്ങനെ ഉറ്റിപ്പോകുന്ന വെള്ളമുണ്ടല്ലോ, ആ വെള്ളം കുറച്ച് എനിക്ക് തരണം നബിയേ, എന്റെ ബാപ്പക്കൊന്ന് കുടിപ്പിച്ചിട്ട് ബാപ്പാന്റെ രോഗം മാറാനാണ്. നിങ്ങൾ നോക്കാ സ്വഹാബിന്റെ ഒരു ഈമാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉളു എടുത്ത് ശരീരത്തിൽ നിന്ന് ഉറ്റുന്ന ശറഫാക്കപ്പെട്ട വെള്ളം, പോരിശയാക്കപ്പെട്ട വെള്ളം കൊടുത്തയച്ചു. വാപ്പ സാധാരണ കുടിക്കുന്ന വെള്ളത്തിൽ ഈ വെള്ളം കലർത്തിയിട്ട് മകന് വാപ്പ കുടിക്കാൻ കൊടുത്തു. ഏകദേശം കുടിച്ച് തായോട്ടങ്ങൾ ഇറങ്ങിയപ്പോ വാപ്പാനോട് മകൻ പറഞ്ഞു, ഉപ്പ, നിങ്ങൾ കുടിച്ച വെള്ളം ഏതാന്ന് ഓർമ്മണ്ടോ? ഈ കുടിക്കാനുള്ള വെള്ളം തന്നു, ഞാനത് കുടിച്ചു. അല്ലല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉളു എടുത്ത അംഗസ്നാനത്തിൽ നിന്ന് തായോട്ടുറ്റി വീഴുന്ന വെള്ളം, സ്വഹാബത്ത് തിക്കും തിരക്കും കൂട്ടുന്ന വെള്ളം, ഒരിറ്റ് തായോട്ട് വീഴാതിരിക്കാൻ കൈകൾ വെച്ച് ആ കൈകളെ കൊണ്ട് സ്വീകരിക്കുന്ന ഷറഫാക്കപ്പെട്ട വെള്ളം, അത് വാങ്ങിച്ചു കൊണ്ടുവന്നാണ് നിങ്ങൾക്ക് ഞാൻ കുടിപ്പിച്ചത്. രോഗം മാറിയോ? പാപ്പാന്റെ മറുപടി എന്താണെന്നറിയോ? മോനെ, അതാ കുടിപ്പിച്ചത്? അല്ലാ സഖൈതനി ബൗല ഉമ്മിക, ഇതിനേക്കാളും നല്ലത് നിന്റെ ഉമ്മാന്റെ മൂത്രം, ആ ഒഴിക്കണ മൂത്രല്ലേ, അതുകൊണ്ടൊന്ന് കുടിപ്പിച്ചുകൂടായിരുന്നില്ലേ നിനക്ക്? രോഗം മാറിയോ? നിന്റെ ഉമ്മാന്റെ മൂത്രം കൊണ്ടുവന്നിട്ട് എനിക്ക് കുടിപ്പിച്ചുകൂടായിരുന്നില്ലേ? ഇതിനേക്കാളും നല്ലത് അതായിരുന്നില്ലേ? നിഫാഖിന്റെ കട്ടിയാണ് സഹോദരങ്ങളെ. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയ ബഹുമാനത്തിൽ ഏതെങ്കിലും ഒന്നിനെ നമ്മളെ നാക്കുകൊണ്ട് ഇകഴ്ത്തിയിട്ട് നമ്മളെ ഖൽബിൽ രോഗം പടർത്തരുത്. അല്ലാഹുവാണ് ആ ബഹുമാനം നൽകിയത്. ആ ബഹുമാനം ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളൊക്കെ മദീനയിലെത്തിയിട്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമ്മൾ പറയുന്നു, പരിശുദ്ധമായ ഹുജറത്തു ഷരീഫയിൽ എഴുതി വെച്ച, അതിന്റെ ഭിത്തിയിൽ എഴുതി വെച്ച വരികൾ നമ്മൾ ചൊല്ലുന്നു. യാ ഖൈറാ മൻദൂഫീനത് ബിൽ ഖാഇ അഅ്ലൂമുഹു ഫതാബ മിൻ തീബിഹിൻ നൽ ഖാഉ വൽ ആകൂമു നഫ്സിൽ ഫിദാഉ ലിഖബ്രിൻ അൻത സാകിനുഹു ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ കറമു. ഓ നബിയേ, എന്റെ ശരീരം തങ്ങൾക്ക് സമർപ്പിതമാണ്. തങ്ങൾ വസിക്കുന്ന ഖബറിലേക്ക് ഞാൻ എന്റെ ശരീരം സമർപ്പിക്കുന്നു. ഈ സ്ഥലത്ത് നിന്നാണ് എല്ലാ വിഷയത്തിനും പരിഹാരം ലഭിക്കുന്നത്. ധർമ്മം അല്ലാഹു ഒഴുക്കി തരുന്നത്, വിട്ടുവീഴ്ച അല്ലാഹു തരുന്നത്. എന്റെ കാര്യവും പരിഗണിക്കണേ നബിയേ. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ 3-ന്റെ അന്ന് സ്വഹാബത്ത് മുഴുവനും മദീന പള്ളിയിൽ ഒരുമിച്ച് കൂടി നിൽക്കുമ്പോ ഒരു പാവപ്പെട്ട അറാബിയായ മനുഷ്യൻ തങ്ങളെ ചാരത്ത് വന്നു. ഇമാം സുയൂത്തി റഹ്മഹുല്ലാഹ് മുത്തസിലായ സനദോടെ രേഖപ്പെടുത്തിയ സംഭവം കാണാം. ഒരു അറാബി തങ്ങളെ ഹദ്റത്തിലേക്ക് വന്നു, കുറച്ച് മണ്ണ് അവിടുന്ന് എടുത്തു. ആ അറാബി ഇത് തലയിലേക്ക് വാരിയിട്ടു. ശേഷം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ,
തങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ള ഖുർആന് തങ്ങൾ കേട്ടു, എന്നിട്ട് ഞങ്ങൾക്ക് ഓതി തന്നു. തങ്ങൾ ഓതി തന്നത് ഞങ്ങൾ ഹൃദിസ്ഥമാക്കി. തങ്ങൾക്ക് അള്ളാഹു ഇറക്കിയ ഖുർആനിൽ ഒരു ആയത്തുണ്ടല്ലോ, വലൗ അന്നഹും ഇളലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. സ്വന്തം ശരീരങ്ങളോട് തെറ്റുകുറ്റങ്ങൾ ചെയ്ത വിശ്വാസികൾ, വൻകുറ്റങ്ങളും ചെറുദോഷങ്ങളും ചെയ്തവർ ജാഊക തങ്ങളെ സവിധത്തിൽ വന്നാൽ, വന്നിട്ട് അവർ അള്ളാഹുവിനോട് മാപ്പ് ചോദിച്ചാൽ, അള്ളാഹുവിനോട് തങ്ങളെ ഹദ്റത്തിൽ വന്നവർ മാപ്പ് ചോദിക്കുമ്പോ ആ മാപ്പ് ചോദിക്കുന്നവരെ വിഷയത്തിൽ തങ്ങൾ അള്ളാഹുവിനോട് ഇടപെടുകയും ചെയ്താൽ, അതാണ് വസ്തഗ്ഫറ ലഹുമുർ റസൂൽ. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മറ്റു മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം, ഇബ്നു കസീർ അടക്കമുള്ളവർ പറഞ്ഞത് കാണാം, അള്ളാഹുവിന്റെ റസൂലിനെ എന്റെ വിഷയത്തിൽ നീ ഒന്ന് ഇടപെടിക്കണേ എന്ന് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവൻ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അങ്ങനെ നബി തങ്ങൾ ഇടപെട്ടിട്ട് പൊറുക്കലിനെ തേടുകയും ചെയ്താൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ, ആ മനുഷ്യന്റെ കുറ്റകൃത്യങ്ങൾ മുഴുവനും അല്ലാഹു തആല പുറത്തു കൊടുത്ത് നല്ല തൗബ ലഭിച്ച ആളായി, അല്ലാഹു അവന് പ്രത്യേകം റഹ്മത്ത് നൽകി. ആ റഹ്മത്ത് കിട്ടിയ ആളായി അവൻ അവിടുന്ന് തിരിച്ചു പോരാം. അല്ലാഹുവിന് അവൻ എത്തിക്കും തവ്വാബാ, തൗബ സ്വീകരിക്കുന്നവനായിട്ട് എന്ന് പറഞ്ഞാൽ ഈ കുറ്റകൃത്യങ്ങൾക്ക് അല്ലാഹു തൗബ കൊടുക്കും, ഈ പ്രവർത്തനത്തിന് അല്ലാഹുവിന് റഹ്മത്ത് കൊടുക്കും. അതുകൊണ്ട് നബിയേ ഇന്നി ളലംതു നഫ്സി, സ്വഹാബത്തൊക്കെ കേൾക്കേ, ആ പാവപ്പെട്ട മനുഷ്യൻ ഖബറിന്റെ അടുത്തെന്ന് പറയുന്നത് ഞാൻ എന്റെ ശരീരത്തിനോട് ദുൽമു ചെയ്ത ആളാണ്. ഇങ്ങനൊരു ആയത്ത് അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് മാപ്പ് വേണം നബിയേ. തങ്ങൾ അള്ളാഹുവിനോട് റെക്കമെൻഡ് നടത്തിയിട്ട് എനിക്ക് മാപ്പ് വാങ്ങിത്തരണം എന്നർത്ഥം. അദ്ദേഹം അത് പറഞ്ഞിങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ഖബറിന്റെ ഉള്ളിൽ നിന്നൊരു വിളിയാളം പുറത്തേക്ക് വന്നു. സ്വഹാബത്തൊക്കെ കേട്ടു, അൻ ഖദ് ഗഫറല്ലാഹു ലക, അല്ലാഹു നിങ്ങൾക്ക് മാപ്പ് തന്നിരിക്കുന്നു, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു. തങ്ങളെ സവിധത്തിലെത്താൻ, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടാൻ, മുത്തുനബി തങ്ങളെ നമ്മളെ വിഷയത്തിൽ ഇടപെടിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഇന്നും ആ പറഞ്ഞ ആയത്തിന്റെ താല്പര്യത്തിൽ ഇന്നും നമ്മൾ അങ്ങനെ ചൊല്ലണമെന്നും തങ്ങളോട് അങ്ങനെ ശഫാഅത്ത് ചോദിക്കണമെന്നും ഇതേ ആയത്ത് വിശദീകരിച്ച് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു. തങ്ങളെ ഹയാത്ത് കാലത്ത് മാത്രം ബാധകമാകുന്ന ആയത്തല്ലത്, പക്ഷെ അതിന് ഈമാനുള്ളവർക്കേ കഴിയൂ, അല്ലാത്തവർക്കൊന്നും കഴിയൂല. അള്ളാഹു നമ്മുടെ ഈമാൻ സലാമത്താക്കി തരട്ടെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിഹസിച്ച, കളിയാക്കിയ ഒരൊറ്റ വാക്കുകൊണ്ടാണെങ്കിലും എതിർത്ത ആളുകൾക്ക് അള്ളാഹു കൊടുത്ത മറുപടി ചെറുതല്ല. മുത്തുനബി തങ്ങളെ പരിഹസിക്കുന്നവർ നിഫാഖ് ബാധിച്ചവരാണ്, റിദ്ദത്ത് ബാധിച്ചവരാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇകയത്തുന്നൊരു ഭാഷ, അതിന് സപ്പോർട്ട് ചെയ്യുന്നൊരു സമീപനം പോലും ഈമാനുള്ളവർ ഭാഗത്തുനിന്നുണ്ടാകൂല. കുറച്ചൊക്കെ അയാൾ പറഞ്ഞത് ശരിയുണ്ട് കേട്ടോന്ന് അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല. അങ്ങനെയുണ്ട് ചില ആളുകൾ. ഒരു വിദേഹത്തുകാരൻ വന്ന് പ്രസംഗിച്ച് മുത്തുനബി തങ്ങൾ ആകെ കളിയാക്കി ചീപ്പാക്കി പറഞ്ഞ നമ്മളെ കുറെ ആൾക്കാർ സുന്നത്ത് ജമാഅത്തിന്റെ മെമ്പർഷിപ്പ് ഉള്ള ആൾക്കാർ പറയും അയാൾ പറഞ്ഞതിന് കുറച്ചൊക്കെ ഒരു കാര്യം കിട്ടുമെന്ന്. ഒരു കാര്യമില്ല. അത് തിരിയേണ്ട പോലെ തിരിയാഞ്ഞിട്ടാണ്. തിരിയുന്ന ആൾക്കാരോട് ചോദിക്കണം, പറഞ്ഞ ശുദ്ധ നുണയായിരിക്കും, ഒക്കെ കളവായിരിക്കും. നമ്മൾ അല്പജ്ഞാനം വെച്ചിട്ട് ആ അല്പജ്ഞാനികൾ പറയുന്ന വിവരക്കേട് നമ്മൾ സമ്മതിക്കരുത്. നമ്മൾ ഈമാന് പോയി പോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇനി മുഅ്മിനീങ്ങളോടുള്ള ചെറിയൊരു ഉപദേശമാണ് അവസാന ഭാഗത്തുള്ളത്. ഇൻഷാ അല്ലാഹ് നാളെ ആ ഭാഗങ്ങളിലേക്ക് നമുക്ക് കടക്കാം. നമ്മുടെ സദസ്സ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ.